കഥ തുടരുന്നു. ചകിതഭാവത്തിൽ സുഖദേവ് വല്ലീശ്വരൻ ധർമ്മരാജനെയും പ്രിൻസിപ്പൽ ബാബുരാജിനെയും മാറി മാറി നോക്കി. ധർമ്മരാജ് ഇതിൽ തനിക്കൊന്നും ചെയ്യാനില്ലെന്ന ഭാവത്തിൽ ഇരുന്നു. ബാബുരാജിന്റെ മുഖത്ത് നിസ്സഹായതയും. തന്നെ മനഃപൂർവ്വം കുരുക്കുകയാണ് സുഖദേവിന് ഉറപ്പായി. അയാളുടെ ചിന്തയെ മുറിച്ചുകൊണ്ട് ASIയുടെ ശബ്ദമുയർന്നു. കുട്ടികൾക്കെതിരെയുള്ള മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ അനുദിനം വർദ്ധിച്ചു വരികയാണ്. അതിനെതിരെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാതിരിക്കാനാവില്ല. അയാൾ സുഖദേവിൻ്റെ നേരെ തിരിഞ്ഞു. അതുകൊണ്ട് സാറ് ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ. ഇതൊരു സ്കൂൾ ആയതിനാലും നിങ്ങളുടെ വിദ്യാർത്ഥികൾ കാണും എന്നതിനാലും തൽക്കാലം ഞാൻ വിലങ്ങ് വയ്ക്കുന്നില്ല. സഹകരിക്കുക. സാർ നിരപരാധിയാണെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കേണ്ട കാര്യമാണ്. സുഖദേവിൻ്റെ ശബ്ദം പതർച്ചയോടെ പ്രിൻസിപ്പലിൻ്റെ കാതുകളിലെത്തി. ബാബുരാജ് സാർ, ആ സംഭവം നടക്കുമ്പോൾ സാറും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. സാറിനും ഒന്നും പറയാനില്ലേ? ഞാനാണോ അഭിജിത്തിൻ്റെ തല പിടിച്ച് ഭിത്തിയിലിടിച്ചത്? ബാബുരാജ് ദയനീയമായി ധർമ്മരാജിനെ നോക്കി. അയാൾ കണ്ണടച്ചു കാണിച്ചു. അതോടെ ബാബുരാജ് തല കുനിച്ചിരുന്നു. സ്വയം പുച്ഛിക്കുന്നത് പോലെ ഒരു ചിരി സുഖദേവൻ്റെ മുഖത്ത് മിന്നി. ഇവിടെ കുട്ടികളുടെ സംരക്ഷണത്തിന് ഒരുപാട് സംഘടനകളും സർക്കാരുമുണ്ട്. അവയൊക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടായതുമാണ്. പക്ഷേ സ്ഥാപിത താല്പര്യമുള്ള പല രക്ഷിതാക്കളും ആ സംഘടനകളുടെ മറപ്പറ്റി അധ്യാപകരെ പീഡിപ്പിക്കുന്നതിൽ രസം കണ്ടെത്തുന്നു. അവസാനമോ? സുഖദേവ് വികാരക്ഷോഭത്താൽ ശ്വാസം വലിച്ചുവിട്ടു. അധ്യാപകർ പറഞ്ഞാലും രക്ഷിതാക്കൾ പറഞ്ഞാലും അനുസരിക്കാത്ത അവസ്ഥയിലേക്ക് കുട്ടികൾ അധപതിക്കും. പിന്നെ സ്വന്തം മക്കൾ കൈവിട്ടു പോകുമ്പോഴേ പണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ടായിരുന്നു എന്ന് അവരൊക്കെ തിരിച്ചറിയും. സുഖദേവിൻ്റെ ശബ്ദത്തിന് തീ പിടിച്ചു തുടങ്ങി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കലേഷും അഭിജിത്തും ഈ നിൽക്കുന്ന സുരേഷും മിഥുനും ഒക്കെ തന്നെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇവരുടെയൊക്കെ ഫ്യൂച്ചർ എന്താകുമെന്ന് എനിക്കിപ്പോഴേ അറിയാം. മതിയുടെ നിന്റെ പ്രസംഗം. ഡോക്ടർ കലാധരൻ ചൂടായി. പക്ഷേ സുഖദേവ് നിർത്തിയില്ല. അധ്യാപകർക്ക് വേണ്ടി വാദിക്കുവാൻ മാത്രം ഇവിടെ ആരുമില്ല. മതി സാറേ, പോകാം. ASI അയാളുടെ തോളിൽ കൈവച്ചു. സാർ, ഒരു മിനിറ്റ് കൂടി എനിക്ക് തരണം. ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഇവിടെ ഞാനല്ലേ ഉള്ളൂ. സുഖദേവ് പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് ഒരു പെൻഡ്രൈവ് എടുത്തു. ആർക്കും ഒന്നും മനസ്സിലായില്ല. വല്ലീശ്വരൻ ധർമ്മരാജ് അതെന്താണെന്ന് കലാധരനോട് ആംഗ്യത്തിൽ ചോദിച്ചു. അറിയില്ലെന്ന് അയാളും കൈമുദ്ര കാട്ടി. സുഖദേവ് പ്രിൻസിപ്പലിൻ്റെ മേശപ്പുറത്തിരുന്ന കമ്പ്യൂട്ടറിൽ ആ പെൻഡ്രൈവ് കണക്ട് ചെയ്തു. ശേഷം അത് എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ തിരിച്ചു വെച്ചു. ഇന്നലെ ഇവിടെ നടന്ന സംഭവം മുഴുവനുണ്ട് ഇതിൽ. ശരിക്കും നോക്കിക്കോ. ഇത്തവണ അമ്പരുന്നത് മറ്റുള്ളവരാണ്. അവരെല്ലാവരും വർദ്ധിക്കുന്ന നെഞ്ചിരിപ്പോടെ മോണിറ്ററിലേക്ക് നോക്കിയിരുന്നു. അതിൽ ചിത്രങ്ങൾ തെളിയാനും സംഭാഷണങ്ങൾ കേൾക്കാനും തുടങ്ങി. സുഖദേവ് അഭിജിത്തിനെയും കൂട്ടുകാരെയും കൊണ്ടുവരുന്ന രംഗം. പ്രിൻസിപ്പലിനെയും അഭിലാഷ് സാറിനെയും കാണാം. കുട്ടികളെ ചോദ്യം ചെയ്യുന്നു. വാ തുറപ്പിച്ചു നോക്കുന്നു. പിന്നെ എക്സൈസ് സംഘത്തിൻ്റെ ആഗമനം. അവർ സ്റ്റാമ്പ് വാങ്ങുന്നു. പിന്നീട് അഭിജിത്തിൻ്റെ പ്രകടനം. ആർക്കും മിണ്ടാനായില്ല. സുഖദേവ് പെൻഡ്രൈവ് ഊരിയെടുത്തു. ഇതാണ് ഇന്നലെ ഇവിടെ നടന്നത്. ഇതിന് ആരൊക്കെ സാക്ഷികളാണെന്നും നിങ്ങൾ കണ്ടു. ഇനി ആരുമൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞാൽ തന്നെ അഭിജിത്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ സാറേ? അയാൾ ചിരിച്ചു. ഇനി അഥവാ നിങ്ങൾ അതിന് മുതിർന്നാൽ ഇന്നത്തെ ചാനൽ വാർത്തകളിൽ ഈ രംഗങ്ങൾ ഇതുപോലെ ഉണ്ടാവും. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇത് പ്രചരിക്കാൻ എൻ്റെ ഒരു ഫോൺ കോൾ മതി. എന്ത് പറയുന്നു സാർ? അയാൾ ASIയെ നോക്കി. ആർക്കും ശബ്ദമില്ല. വല്ലീശ്വരൻ ധർമ്മരാജ് വിളറിയിരിക്കുകയാണ്. തൻ്റെ സ്കൂളിലെ ഒരു അധ്യാപകൻ്റെ മുന്നിൽ മാനേജറായി താൻ ഒരു കടുകുമണിയോളം ചെറുതായി പോയത് അയാൾ അറിഞ്ഞു. ASIയുടെ ദേഷ്യം തോട്ടൻ രാജനോടായി. നിങ്ങൾ മകനെ ഒത്താശ ചെയ്ത് അവനിപ്പോൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? ഇങ്ങനെയായാൽ അവൻ്റെ ശിഷ്ടജീവിതം ഏതെങ്കിലും കൊട്ടേഷൻ ടീമിനോ സെൻട്രൽ ജയിലിലോ സമർപ്പിക്കേണ്ടി വരും. തോട്ടൻ രാജൻ മരവിച്ചിരുന്നു. സോറി സാർ, സുഖദേവനോട് പറഞ്ഞിട്ട് പോലീസ് സംഘം മടങ്ങി. ധർമ്മരാജ് സാർ, സുഖദേവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ഇത് നിങ്ങൾ എല്ലാവരും കൂടി കൃത്യമായി അഭിനയിച്ച് ഫലിപ്പിച്ച ഒരു നാടകമാണെന്ന് എനിക്കറിയാം. പക്ഷേ സാറ് സ്വന്തം വില കളഞ്ഞ് ഇങ്ങനെയൊരു പ്രവൃത്തിക്ക് ഇറങ്ങരുതായിരുന്നു. സ്വയം താരം താഴരുതായിരുന്നു. സുഖദേവ് കൈ ചൂണ്ടിക്കൊണ്ട് അയാൾ ചാടി എഴുന്നേറ്റു. തോന്നിയാസം പറയരുത്. സുഖദേവൻ്റെ ഭാവവും മാറി. സാർ, ഇവിടുത്തെ അധ്യാപകനായിപ്പോയ നിലയ്ക്ക് നിങ്ങളുടെ ഒരുപാട് ചീത്തവിളിയും പരിഹാസവും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അത് ബുദ്ധിമുട്ടാണെങ്കിൽ നീ രാജിവെച്ച് പോ. ധർമ്മരാജ് അട്ടഹസിച്ചു. എനിക്ക് മനസ്സില്ല. നിങ്ങളല്ല എനിക്ക് ശമ്പളം തരുന്നത്, എന്നെ വിലയിരുത്തുന്നത്. എന്നാൽ ഒരധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പലതും ക്ഷമിച്ചു. ഞാൻ കഴിവുകെട്ടവനാണെന്ന് പോലും മറ്റുള്ളവർ കരുതി. പക്ഷേ ഇനി ഞാൻ അങ്ങനെയായിരിക്കില്ല. എന്നെ ദ്രോഹിച്ചാൽ മസിൽ പവർ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയില്ലെങ്കിലും ഞാൻ പ്രതികരിക്കും. അതിന് വരുന്ന ഭവിഷ്യത്ത് നേരിടാൻ തയ്യാറായിക്കൊണ്ട് തന്നെ. എടാ, അടിക്കാൻ കയ്യോങ്ങിക്കൊണ്ട് വല്ലീശ്വരൻ ധർമ്മരാജ് സുഖദേവൻ്റെ നേർക്ക് ചീറിയെടുത്തു. വേണ്ട സാറേ, ഈ മുറിയിൽ നടക്കുന്നതൊന്നും പുറത്ത് കാണത്തില്ലെന്ന ധൈര്യമുണ്ട് എനിക്ക്. അതുകൊണ്ട് സത്യമായിട്ടും നിങ്ങളെ ഞാൻ തിരിച്ചടിക്കും. അല്ലെങ്കിൽ ഒന്ന് തല്ലി നോക്ക്. ധർമ്മരാജ് പതറിപ്പോയി. ഇവൻ തൻ്റെ മേൽ കൈവച്ചാൽ അതിൽ പരം ഒരു നാണക്കേട് ഉണ്ടാവാനില്ല. നിന്നെ കാണിച്ചു തരാമടാ ഞാൻ. കസേര വലിച്ചു നീക്കിയിട്ട് തറ ചവിട്ടിക്കുലുക്കി അയാൾ ഇറങ്ങിപ്പോയി. സുഖദേവ് മിഥുൻ്റെയും സുരേഷിൻ്റെയും രക്ഷിതാക്കളെ നോക്കി. ഇവന്മാരെ ഇങ്ങനെ തന്നെ വളർത്തണേ. അപമാനഭാരത്താൽ അവർ പെട്ടെന്ന് മക്കളെയും വിളിച്ചുകൊണ്ട് പോയി. അവിടെ ഡോക്ടർ കലാധരനും തോട്ടൻ രാജനും പ്രിൻസിപ്പലും അവശേഷിച്ചു.
ഞാൻ തരട്ടെ ഓരോന്ന് വീതം നിങ്ങളുടെ കരണത്ത്. സുഖദേവ് കൈപ്പത്തി നീട്ടി. വേണ്ട, കലാധരൻ ഭയന്നു. ആരും കാണത്തില്ലെന്നേ. സുഖദേവ് 2 ചവിട് മുന്നോട്ട് വെച്ചു. ഇവന് ഭ്രാന്ത. വാ ഡോക്ടറെ. തോട്ടൻ രാജൻ കലാധരൻ്റെ കൈക്ക് പിടിച്ചു കൊണ്ട് പുറത്തു കടന്നു. അവസാനം സുഖദേവ് പ്രിൻസിപ്പലിൻ്റെ മുന്നിൽ മേശയിൽ കൈകളമർത്തി മുന്നോട്ട് ആഞ്ഞു നിന്നു. സുഖദേവ് സാറേ, എന്നെ തല്ലരുത്. അയാളും ഭീതി പൂണ്ടിരിക്കുകയാണ്. സാറിന് എന്തിനാ തല്ലുന്നത്? വല്ല ആണുങ്ങളും തല്ലിയാൽ അന്തസ്സുണ്ട്. വല്ല ആണുങ്ങളെയും തല്ലിയാൽ അന്തസ്സുണ്ട്. അല്ലാതെ ആണും പെണ്ണും കെട്ടവരെ തല്ലിയാൽ എൻ്റെ കൈ നാർത്തേയുള്ളൂ. പ്രിൻസിപ്പൽ വിളറിയിരിക്കുമ്പോൾ സുഖദേവ് മുറിവിട്ടു. ഇന്നലെ ഷർട്ടിൻ്റെ ബട്ടൺ ഹോളിൽ വയ്ക്കാവുന്ന സ്പൈ ക്യാമറ ഉപയോഗിച്ചത് നന്നായെന്ന് സുഖദേവ് ഓർത്തു. കറങ്ങിത്തിരിഞ്ഞ് എല്ലാം തൻ്റെ നേരെ വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇവിടുത്തെ വിദ്യാർത്ഥികളും നിജസ്ഥിതി അറിയണം. അതിനുള്ള മാർഗവും സുഖദേവ് കണ്ടിരുന്നു. കുണ്ടുകാട് ഉച്ചയ്ക്ക് മുമ്പ് ശിവദാസൻ സഹോദരിയുടെ വീട്ടിലെത്തി. ഞാൻ ഇപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്. അയാൾ തിണ്ണയിൽ കയറി കസേരയിലിരുന്നു. രാവിലെ മുതൽ ഞാൻ ഏട്ടനെ വിളിക്കുകയാ. എവിടെയായിരുന്നു? പത്മം തളർച്ചയോടെ തിരക്കി. എറണാകുളത്ത്. ഇന്നലെ പോയതാ. ആട്ടെ, എങ്ങനെ സംഭവം? അയാൾ കർച്ചീഫ് എടുത്ത് കഴുത്തും കൈകളും തുറച്ചു. കൂടുതലൊന്നും അറിയത്തില്ല. ഞങ്ങൾ ചെല്ലുമ്പം പശുക്കളില്ല. പത്മ ആ സംഭവം പറഞ്ഞു. എന്നാലും ഇവിടെ വന്ന് ആര് മോഷ്ടിക്കാനാ? പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അവർ കണ്ടുപിടിച്ചെന്ന് പറയാം. എനിക്ക് അത്ര വിശ്വാസം പോരാ. അയാൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഞാൻ ചിന്തിക്കുന്നത് ബാങ്കുകാർ ഈ വിഷയം അറിഞ്ഞാൽ അടങ്ങിയിരിക്കുമോന്നാ. മുഴുവൻ കാശും ഒന്നിച്ചടയ്ക്കാൻ പറഞ്ഞാലോ? അവർക്ക് തിരിച്ചു പിടിക്കാൻ പശുക്കൾ പോലുമില്ലല്ലോ ഇപ്പോൾ. അതുകൂടി കേട്ടതോടെ പത്മത്തിന് കൂടുതൽ ആദിയായി. പശുക്കളെ തിരിച്ചു കിട്ടാൻ അപ്പോൾ യാതൊരു മാർഗവുമില്ല ഏട്ടാ. എടീ, ശിവദാസൻ നിവർന്നിരുന്നു. സാധാരണ ഇങ്ങനെ കള്ളന്മാർ കൊണ്ടുപോകുന്ന പശുക്കളെ മറ്റാർക്കും വളർത്താൻ കൊടുക്കത്തില്ല. പിന്നെ? പത്മ നെറ്റി ചുളിച്ചു. വല്ല അറിവുകാർക്കും കൊടുക്കത്തേയുള്ളൂ. ഈശ്വര. പത്മ മാത്രമല്ല കേട്ടുകൊണ്ടിരുന്ന ആദിയെയും നെഞ്ചിൽ കൈവച്ചു. പശുക്കളെ കൊല്ലാനോ? പിന്നല്ലാതെ എന്ത് ചെയ്യും? ശിവദാസിന് എല്ലാം നിസ്സാരമാണ്. തങ്ങൾ വളർത്തിയ പശുക്കളെ കൊല്ലുക. പത്മത്തിന് സങ്കടമേറി. പെങ്ങളുടെ ആകെയുള്ള വരുമാനമാർഗം നിലച്ചു പോകുന്നതിൻ്റെ സങ്കടമൊന്നും ഇല്ലായിരുന്നു ശിവദാസിന്. ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ അതുങ്ങളെ വിറ്റ് കാശ് മേടിക്കാൻ. അത് നീ അനുസരിച്ചോ? എന്നിട്ടിപ്പോഴെന്തായി? പത്മ മറുപടി പറഞ്ഞില്ല. ആ, എന്തായാലും ഞാൻ വൈകിട്ട് വരാം പറഞ്ഞിട്ട് ശിവദാസൻ പോയി. ഡോക്ടർ കലാധരൻ്റെ ക്ലിനിക്ക് ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്. അതിൽ ഒരു ബോർഡ് തൂക്കിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അവധി. എന്നാൽ ക്ലിനിക്കിൻ്റെ മുറ്റത്ത് 3 കാറുകൾ പാർക്ക് ചെയ്തിരുന്നു. അകത്ത് ഡോക്ടറോടൊപ്പം വല്യശ്വരൻ ധർമ്മരാജനും തോട്ടൻ രാജനും ഉണ്ട്. ഇതാ പറയുന്നത്, നിങ്ങൾക്കൊന്നും ബുദ്ധിയില്ലെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്താ? നമ്മൾ സുഖദേവൻ്റെ പക്ഷത്തൊന്ന് അവനെ കൊണ്ട് വിശ്വസിപ്പിക്കണമെന്നല്ലേ? എന്നിട്ടൊടുവിൽ അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്നോടൊന്ന് ആലോചിക്കേണ്ടായിരുന്നോ? ധർമ്മരാജന് കലിയടങ്ങുന്നില്ല. സുഖദേവൻ്റെ മുമ്പിലുണ്ടായ തോൽവി അയാളെ സദാ പിന്തുടർന്നു. ഡോക്ടർ പതുക്കെ സംസാരിച്ചു. എന്നോട് ആലോചിച്ചിട്ടാ സാറേ രാജൻ അങ്ങനെ ചെയ്തത്. സാറിനെ അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയതുമില്ല. അപ്രതീക്ഷിതമായി ഉണ്ടായ ആ സംഭവം അവനെ കുരുക്കാൻ പറ്റിയതാണെന്ന് വിചാരിച്ചു പോയി. ധർമ്മരാജ് തല കുടഞ്ഞു. ഇന്നലെ വൈകിട്ടും സ്കൂളിൽ വെച്ച് നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ പറഞ്ഞുകൂടായിരുന്നോ? ഇന്ന് രാവിലെയാ അങ്ങനെയൊരു ബുദ്ധി തോന്നിയത്. അവനെല്ലാം റെക്കോർഡ് ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല. ധർമ്മരാജിന് ആ വിശദീകരണമൊന്നും ഇഷ്ടമായില്ല. ഇനി എക്സൈസുകാരും നമുക്കെതിരെ തിരിയില്ലേ? മാത്രമല്ല സുഖദേവ് കുറച്ചേറെ കുട്ടികളെ സ്മാർട്ട് ക്ലാസ് റൂമിൽ കയറ്റി പ്രൊജക്ടർ ഉപയോഗിച്ച് എല്ലാം കാണിച്ചെന്നറിഞ്ഞത്. കാര്യം ബോധ്യപ്പെട്ടതോടെ പിള്ളേരിപ്പോൾ അവൻ്റെ പക്ഷത്താ. ധർമ്മരാജ് പറഞ്ഞത് ഇരുവർക്കും പുതിയ അറിവായിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് സാറ് തന്നെ പറ. ഇരുവരും പരാജയം സമ്മതിച്ചു. ധർമ്മരാജിൻ്റെ കണ്ണുകൾ കുറുകി. അയാൾ അല്പനേരം ഗാഢമായി ചിന്തിച്ചിരുന്നു. പിന്നെ പറഞ്ഞു, സ്കൂളിൽ മാത്രമല്ല പുറത്തും ഇനി അവൻ്റെ ഓരോ ചലനവും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അടിക്കാൻ പറ്റിയ അവസരം വരും. അത് കൃത്യമായി മുതലെടുക്കണം. ഇപ്പോൾ അവനെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് നമ്മളാണെന്നേ കരുതും. അവർ അതേക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. കോവിൽക്കടവ് സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് മൂന്നാറിൽ പോയ വിദ്യാർത്ഥികളുമായി സ്കൂൾ ബസ് തിരിച്ചെത്തിയപ്പോൾ സന്ധ്യയായി. പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ രക്ഷിതാക്കൾ എത്തിയിരുന്നു. തന്മയെ കൊണ്ടുപോകാൻ പത്മം വരില്ലെന്ന് സുഖദേവനറിയാം. അതിനാൽ അയാളും അവിടെ കാത്തു നിന്നിരുന്നു. രാവിലെ അവളെ കൊണ്ടുവന്നത് താനായിരുന്നതിനാൽ തിരികെ കൊണ്ടെത്തിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അവളെ പിന്നിലിരുത്തി ബൈക്കിൽ പോകുമ്പോൾ അയാൾ തിരക്കി. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? കുഴപ്പമില്ല സാർ. സാറ് പറഞ്ഞതുപോലെ മറ്റെല്ലാം മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് ഞാൻ വാട്ടർ കളറും ഓയിൽ പെയിൻറ്റും ചെയ്തു. പക്ഷേ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്, തന്മയ അറിയിച്ചു. അത് സാരമില്ല. ഒരെണ്ണത്തിനെങ്കിലും സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് കിട്ടിയാൽ മതി. ആനക്കോട്ടപ്പാറയെ ചുറ്റിയുള്ള റോഡിലൂടെ ബൈക്ക് കയറ്റം കയറിക്കൊണ്ടിരുന്നു. റോഡിൽ പതുക്കെ മഞ്ഞ് പരന്നു തുടങ്ങി. തന്മയുടെ വീട്ടിലെത്തിയപ്പോഴേക്കും നേരം ശരിക്കിരുട്ടി. പത്മ മകളെ കാത്ത് തിണ്ണയിലുണ്ടായിരുന്നു. ബൈക്കിൽ നിന്ന് തന്മയ ഇറങ്ങിയയുടൻ ആദ്യ ഓടിച്ചെന്ന ബാഗ് വാങ്ങി. നല്ലപോലെ വരച്ചോ ചേച്ചി? ആ. പശുക്കളെക്കുറിച്ച് വല്ല വിവരം കിട്ടിയോ? അവൾക്ക് അതറിയാനായിരുന്നു ധൃതി. ഇല്ല. തന്മയുടെ മുഖം വാടി. എങ്കിൽ ഞാൻ പോട്ടെ. സുഖദേവ് മടങ്ങാനൊരുങ്ങി. കുറച്ചു നേരം ഇരുന്നിട്ട് പോ സാറേ, പത്മം ക്ഷണിച്ചു.
ഒന്ന് മടിച്ചിട്ട് അയാൾ കസേരയിലിരുന്നു. സഹോദരൻ പറഞ്ഞ കാര്യം പത്മം അറിയിച്ചു. ആ പശുക്കളെ അറവുകാർക്ക് കൊടുത്തിട്ടുണ്ടാവുമോ സാറേ? സാധ്യത കുറവാണ്, സുഖദേവ് പറഞ്ഞു. കാരണം അത്ര നല്ല പശുക്കളല്ലേ, അതും കറവയുള്ളത്. അവയെ അറവുകാർക്ക് കൊടുത്താൽ ആളുകൾ സംശയിക്കും. അകലെ എവിടെയെങ്കിലും വിൽക്കാനേ സാധ്യതയുള്ളൂ. ഒരു പക്ഷേ തമിഴ്നാട്ടിലേക്ക് കടത്തിയെന്നും വരാം. അങ്ങനെയെങ്കിൽ അവയെ ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് പത്മം ഓർത്തു. അപ്പോൾ മഞ്ഞിനിടയിലൂടെ കയറ്റം കയറി വരുന്ന 2 മഞ്ഞ ലൈറ്റുകൾ അവർ കണ്ടു. അല്പം കഴിഞ്ഞ് ശിവദാസിന്റെ ജീപ്പ് മുറ്റത്ത് വന്നു നിന്നു. അയാൾ സുചിത്രയും ഇറങ്ങി. സുഖദേവനെ കണ്ട് ശിവദാസിന്റെ മുഖമിരുണ്ടു. പക്ഷേ പെട്ടെന്ന് അയാൾ ഭാവം മാറ്റി. സാർ എപ്പോൾ വന്നോ? വന്നതേയുള്ളൂ. തന്മയെ കൊണ്ടാക്കണമായിരുന്നു. സുഖദേവ് എഴുന്നേറ്റു. ശിവദാസൻ അല്പം ദേഷ്യത്തിൽ പത്മത്തിന് നേരെ തിരിഞ്ഞു. അവൾ ഇത്രയും വൈകുമെങ്കിൽ അക്കാര്യം നിനക്ക് എന്നെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? പത്മം വിളറി. ആ സംസാരം ഇഷ്ടപ്പെടാതെ സുഖദേവ് മുറ്റത്തിറങ്ങി. ചേച്ചി, എന്നാൽ ഞാൻ പോട്ടെ. അയാൾ ബൈക്കിൽ കയറാൻ നേരം ശിവദാസിന്റെ പിൻവിളി വന്നു. സാറൊന്ന് നിന്നേ. സുഖദേവ് നിന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കി. ശിവദാസൻ 2 അടി മുന്നോട്ട് വെച്ചു. ഈ കുടുംബത്തെ സാറ് സഹായിച്ചു എന്നുള്ളത് നേരെ. അത് മറന്നുകൊണ്ടല്ല ഞാനീ പറയുന്നത്. ഞങ്ങളുടെ പിള്ളേരുടെ സാറാ നിങ്ങൾ, അതും മറക്കുന്നില്ല. എന്നാലും 10-17 വയസ്സുള്ള കൊച്ചിനെ കൊണ്ട് ബൈക്കിൽ വരിക, അതും രാത്രിയിൽ. സ്ത്രീകൾ മാത്രമുള്ളൊരു വീടല്ലേ ഇത്? ഒന്നുമില്ലാലും ആൾക്കാർ പലതും പറഞ്ഞെന്നിരിക്കും. അങ്ങനെ കൂടി ഈ കുടുംബത്തെ നാറ്റിക്കല്ലേ? ഇതൊരു അപേക്ഷയാ. അപ്രതീക്ഷിതമായി തലയിൽ ഒരടിയേറ്റ പ്രതീതിയായിരുന്നു സുഖദേവന്. കാലുകൾ തറയിൽ ഉറച്ചതുപോലെ ചലിക്കാനാവുന്നില്ല. ഏട്ടാ, അമ്പലപ്പിൽ പത്മം വിളിച്ചു. നീ മിണ്ടരുത്. ശിവദാസൻ ഒച്ചയുയർത്തി കൈ ചൂണ്ടി. ഈ ലോകത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. പത്മം സ്തംഭിച്ചു നിന്നു. വേഷം മാറി അകത്തുനിന്ന് ഇറങ്ങി വന്ന തന്മയെയും വിളറിപ്പോയി. ക്ഷമിക്കണം ചേട്ടാ, സുഖദേവ് വല്ലവിധനെയും പറഞ്ഞൊപ്പിച്ചു. പിന്നെ കാലുകൾ തറയിൽ നിന്ന് വലിച്ചു പറിക്കും പോലെ ബൈക്കിൽ കയറി. സാവധാനം അത് കുന്നിറങ്ങിപ്പോയി. ഏട്ടൻ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? പത്മത്തിന് രോഷം അടങ്ങുന്നില്ല. അങ്കിൾ പറഞ്ഞതൊട്ട് ശരിയായില്ല. തന്മയെയും തുറന്നടിച്ചു. എന്നാൽ ശിവദാസൻ ക്രൂരമായി ചിരിച്ചു. ഒരിക്കൽ തൻ്റെ കവിളത്ത് സുഖദേവ് അടിച്ചത് അയാൾ ഓർക്കുകയും അറിയാതെ കവിളിൽ തടവുകയും ചെയ്തു. പിറ്റേന്ന് സ്കൂളിലെത്തിയ സുഖദേവ് ഭിത്തിക്കരികിൽ കുട്ടികൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ട് അവിടേക്ക് ചെന്നു. ആ കാഴ്ച കണ്ട് അയാൾ തളർന്നു പോയി. ദേ സാറ്, കുട്ടികളടക്കം പറഞ്ഞു. പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് മാറി. സുഖദേവന് സങ്കടവും ദേഷ്യവും ഒന്നിച്ചുണ്ടായി. അയാൾ പല്ലു കടിച്ചുകൊണ്ട് ഭിത്തിയിലേക്ക് നോക്കി. അവിടെ ഒരു ബുള്ളറ്റ് ബൈക്ക് വരച്ചിരിക്കുന്നു. ബൈക്കിൽ ഒരു യുവാവും അയാളെ ഇറുകിപ്പുണർന്നിരിക്കുന്ന സ്കൂൾ യൂണിഫോം ധരിച്ച ഒരു പെൺകുട്ടിയും. ഇരുവരുടെയും ശിരസിന് മുകളിൽ പേരെഴുതി വെച്ചിട്ടുണ്ട്. സുഖദേവ് സാർ, തന്മയ. താഴെ ഒരു അടിക്കുറിപ്പ്. ബുള്ളറ്റ് ബൈക്കിലെ രാത്രി. പെട്ടെന്ന് പിന്നിലൊരു തേങ്ങൽ കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. തന്മയെയും ആദ്യയും. സുഖദേവ് പതറി. തന്മയെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരിഞ്ഞോടി സ്കൂൾ ഗേറ്റിന് നേർക്ക്. തന്മയെ നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ. സുഖദേവ് വിളിച്ചു. പക്ഷേ തന്മയെ നിന്നില്ല. ആദ്യ സങ്കടത്തോടെ ഒന്ന് നോക്കിയ ശേഷം ഒന്നും പറയാതെ തലകുനിച്ച് ക്ലാസ്സിലേക്ക് നടന്നു. ഏതോ ഭാഗത്തു നിന്ന് ചെറിയ കൂവൽ കേട്ടു. ഭിത്തിയിൽ വരച്ചത് മായ്ക്കാനൊന്നും ശ്രമിച്ചില്ല സുഖദേവ്. അയാൾ സ്റ്റാഫ് റൂമിലേക്ക് പോയി. വാതിൽക്കലെത്തിയപ്പോൾ അകത്തുനിന്ന് സംസാരം കേട്ടു. ഹൈസ്കൂളിലെ ലേഡി ടീച്ചേഴ്സാണ്. സുഖദേവ് നിന്നു. അല്ലെങ്കിലും സുഖദേവ് സാറിന് ആ കുട്ടിയോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. അത് പക്ഷേ ഇത്തരത്തിലാണെന്ന് ഞാൻ കരുതിയില്ല, താര ടീച്ചർ പറയുന്നു. താരേ, നീ വെറുതെ അനാവശ്യം പറയല്ലേ? കൂട്ടത്തിൽ പ്രായമുള്ള പ്രസിദ്ധ ടീച്ചർ എതിർത്തു. ആരെങ്കിലും ഭിത്തിയിൽ തോന്നിയാസം എഴുതി വെച്ചെന്ന് കരുതി അതൊക്കെ നേരാണെന്ന് വ്യാഖ്യാനിക്കല്ലേ? കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ സുഖദേവ് അകത്ത് കയറി. ഒന്ന് മുരടനക്കി. പിടിച്ചു നിർത്തിയതുപോലെ സംസാരം നിന്നു. ടീച്ചേഴ്സ് വിളറുകയും ചെയ്തു. താര ടീച്ചർ പറഞ്ഞതിൽ ഒട്ടും തെറ്റില്ല കേട്ടോ, അയാൾ പരിഹസിച്ചു. കാരണം ബസ് കിട്ടാതിരുന്ന പല അവസരങ്ങളിലും ടീച്ചർ എൻ്റെ ബൈക്കിൽ കയറി മണ്ണാരപ്പെട്ടിയിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അന്നൊക്കെ ടീച്ചർ പറഞ്ഞതുപോലെ അനുഭവിച്ചിട്ടുണ്ടല്ലോ. അയാൾ തൻ്റെ സീറ്റിലിരുന്നു. മുഖമടച്ച് ഒരടി കിട്ടിയാൽ പോലും താര ഇങ്ങനെ വിളറില്ലായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് റൂമിൽ മൗനം പരന്നു. അപ്പോൾ അഭിലാഷ് സാർ അങ്ങോട്ട് വന്നു. സാർ വിവരം അറിഞ്ഞല്ലോ. അത് പെട്ടെന്ന് വായിക്കാൻ ഞാൻ കാർത്തികനോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല സാറേ. സുഖദേവ് ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അവിടെ അങ്ങനെ വരച്ചു വെച്ചാൽ നാണക്കേടല്ലേ? സുഖദേവ് അഭിലാഷിനെ സൂക്ഷിച്ചു നോക്കി. എന്ത് നാണക്കേട്? അതിലും വലിയ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ടല്ലോ. നേരിൽ കണ്ട കാര്യങ്ങൾ പോലും പുറത്തു പറയാൻ ചങ്കൂറ്റവും കാണിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഓഫീസിൽ റൂമിൽ നടന്ന സംഭവമാണ് സുഖദേവ് ഉദ്ദേശിക്കുന്നതെന്ന് അഭിലാഷിന് ബോധ്യമായി. താനും സാക്ഷിയായിരുന്നെങ്കിലും അത് പുറത്തു പറഞ്ഞില്ലല്ലോ. സുഖദേവ് പിന്നെയൊന്നും പറഞ്ഞില്ല. എന്നാൽ കുട്ടികൾക്കിടയിൽ അതൊരു സംസാര വിഷയമായി. സുഖദേവ് സാറും തന്മയെയും തമ്മിൽ പ്രേമം. ഉച്ചസമയത്ത് സുഖദേവ് തന്മയുടെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു. ഫോൺ എടുത്തത് പത്മമാണ്. അവളെല്ലാം എന്നോട് പറഞ്ഞു സാറേ. ഇതുവരെ കരച്ചിൽ തീർന്നിട്ടില്ല. അവൾ എന്തിയേ? സങ്കടത്തോടെ അയാൾ തിരക്കി. കിടക്കുക. ഫോൺ അവൾക്കൊന്ന് കൊടുക്കാമോ? അത് വേണ്ട സാറേ. അവൾക്ക് പിന്നെയും വിഷമമാകും. നിങ്ങൾ രണ്ടുപേരും തെറ്റൊന്നും ചെയ്തില്ലെന്ന് എനിക്കറിയാം. പിന്നെ പതിഞ്ഞ ശബ്ദം. ചേട്ടൻ പുറത്തിരിപ്പുണ്ട്. ഈ കാര്യം അറിഞ്ഞ് ഞങ്ങളെ ചീത്ത വിളിക്കാൻ വന്നതാ. പോയി കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാം സാറേ. അപ്പുറത്ത് ഫോൺ കട്ടായി. ശിവദാസൻ അവിടെയുള്ളതാണെന്ന്
കാരണം അയാളിപ്പോൾ അമിതമായി അവരുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടെന്ന് സുഖദേവ് ഓർത്തു. അതിനു പിന്നിലും എന്തെങ്കിലും ലാഭക്കച്ചവടം ഉണ്ടാവാനാണ് സാധ്യത. അയാളുടെ കണക്കുകൂട്ടൽ ശരിയായിരുന്നു. പത്മം ഫോൺ കട്ട് ചെയ്തതും ശിവദാസൻ അകത്തേക്കുള്ള വാതിൽക്കൽ തലനീട്ടി. ആരാടി വിളിച്ചത്? ആ വാദ്യാരാണോ? പത്മം ഒന്ന് പതറി. എങ്കിലും പറഞ്ഞു, അല്ല. നീ എന്നോട് കള്ളമൊന്നും പറയണ്ട. എനിക്കറിയാം അയാളാണെന്ന്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ സംഭവിച്ചില്ലേ? സ്കൂളിലെ കുട്ടികൾ മുഴുവൻ അറിഞ്ഞില്ലേ? പത്മത്തിൻ്റെ മുഖം ചുവന്നു. അവർ വാതിക്കലേക്ക് പാഞ്ഞു ചെന്നു. എന്തറിഞ്ഞെന്നാ ചേട്ടൻ പറയുന്നത്? എൻ്റെ മോളും ആ സാറുമായി പ്രേമമാണെന്നോ? ചേട്ടാ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. പുഴുത്തളഞ്ഞ മനസ്സുള്ളവർ ഇതല്ല ഇതിനപ്പുറവും പറയും. പത്മത്തിൻ്റെ വാക്കുകളുടെ കട്ടി കുറഞ്ഞു. പക്ഷേ വീട്ടുകാർ തന്നെ ഇങ്ങനെ പാടി നടക്കുന്നതാ കഷ്ടം. ഞാനൊന്നും പറയുന്നില്ല. നിനക്കും മക്കൾക്കും അതിഷ്ടമാകത്തില്ല എന്നറിയാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പോകുക. പിന്നെ എൻ്റെ അടുത്ത് സഹായം ചോദിച്ചൊന്നും വന്നേക്കല്ലേ. അതുതന്നെ ചേട്ടൻ്റെ ഉള്ളിരിപ്പെന്ന് എനിക്കറിയാം. പത്മ തുറന്നടിച്ചു. എന്തോ പിറുപിറുത്തുകൊണ്ട് ശിവദാസൻ ഇറങ്ങിപ്പോയി. നേരം സന്ധ്യ. ശിവദാസൻ വല്യശ്വരൻ ധർമ്മരാജൻ്റെ ബംഗ്ലാവിലെത്തി. അവിടെ ഡോക്ടർ കലാധരനും തോട്ടൻ രാജനും ഉണ്ടായിരുന്നു. ധർമ്മരാജ് അവരെ നോക്കി കണ്ണുകൾ കൊണ്ട് ഒരടയാളം കാണിച്ചു. തോട്ടൻ രാജൻ ശിവദാസിന് ഒരു ഗ്ലാസിൻ്റെ 1/4 ഭാഗത്തോളം മദ്യം പകർന്നു നൽകി. അത് കഴിച്ചതോടെ ശിവദാസൻ കൂടുതൽ ഉന്മേഷവാനായി. അന്ന് നടന്നതെല്ലാം അവരുടെ മുന്നിൽ തുറന്നു പറഞ്ഞു. ഏയ്, താനെങ്ങനെ അവരോട് പിണങ്ങി അകന്നു നിൽക്കാനൊന്നും പാടില്ല, ധർമ്മരാജ് ഉപദേശിച്ചു. അവരെ സഹായിക്കുന്നത് പോലെ കൂടെ നിൽക്കണം. ബാങ്കിലെ കടം വീട്ടാനായി ആ ഫാം നിൽക്കുന്ന സ്ഥലം വിൽപ്പിക്കണം. കമ്മീഷനായി താൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ തരും ഞങ്ങൾ. ശിവദാസിന് സന്തോഷമായി. കലാധരനും അയാളെ എരിവ് കയറ്റി. പക്ഷേ ആ സുഖദേവ് സാറിനെ ആ മുറ്റത്തിന് കാലുകുത്തിക്കരുത്. അയാൾ വിവരമറിഞ്ഞാൽ ഒന്നിനും സമ്മതിക്കത്തില്ല. അത് പിന്നെ എനിക്കറിയത്തില്ലയോ. അയാൾ അന്തസ്സുള്ളവനാണെങ്കിൽ ഇനി അങ്ങോട്ട് വരത്തില്ല. ഇന്നലെ മുഖമടച്ച് ചിലത് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ശിവദാസൻ കുറച്ച് മദ്യം കൂടി സ്വയം പകർന്നു കുടിച്ചു. എങ്കിലിനി താൻ ചെല്ല്. ഞാൻ പറഞ്ഞ കാര്യമൊന്നും മറക്കണ്ട. ഇല്ല സാറേ. ശിവദാസൻ പോയി. വല്യശ്വരൻ ധർമ്മരാജ് തോട്ടൻ രാജനെയും ഡോക്ടർ കലാധരനെയും നോക്കി. ആ ഫാം നിൽക്കുന്ന സ്ഥലം കാന്തല്ലൂരെ ഏറ്റവും മികച്ചതാ. അത് നമുക്ക് വേണം. ശിവദാസിനെ മുന്നിൽ നിർത്തിയാൽ എല്ലാം നടക്കും. ഇരുവരും തലകുലുക്കി. 2 ദിവസം കൂടി പിന്നിട്ടു. തന്മയ ഇതുവരെ സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. സബ് ജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. തന്മയ്ക്ക് വാട്ടർ കളറിലും ഓയിൽ പെയിൻറ്റിങ്ങിലും ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. കോൽക്കളിയിൽ നെറ്റിയിൽ ബാൻഡേജ് കെട്ടിക്കൊണ്ടാണ് അഭിജിത്ത് മത്സരിച്ചത്. അവർക്കും ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടി. അതിനേക്കാൾ നന്നായി പെർഫോം ചെയ്തവരെ ജഡ്ജസ് തഴഞ്ഞു എന്ന് പറഞ്ഞ് വേറെ 2 സ്കൂളുകാർ അപ്പീൽ നൽകിയിട്ടുണ്ട്. ഇതിനിടെ കലേഷ് ഹോസ്പിറ്റലിൽ വിട്ട് വീട്ടിലേക്ക് പോയിരുന്നു. അക്കാര്യവും സുഖദേവ് പറഞ്ഞു. ആദ്യയിൽ നിന്ന് തന്മയുടെ വിവരങ്ങൾ അയാൾ അറിയുന്നുണ്ടായിരുന്നു. അവൾ സ്കൂളിൽ വരാൻ ആദ്യയെ അയാൾ ചട്ടം കെട്ടി. 4 മണിക്ക് സ്കൂൾ വിട്ട് നേരത്തെ സുഖദേവിൻ്റെ ഫോൺ ശബ്ദിച്ചു. അയാൾ എടുത്തു നോക്കി. CI അലക്സാണ്ടർ സ്പീക്കിംഗ്. സന്തോഷത്തോടെ സുഖദേവ് അറ്റൻഡ് ചെയ്തു. എടാ, നീ വരുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് ദിവസം കുറച്ചായല്ലോ. അപ്പുറത്ത് നിന്ന് ചിരി കേട്ടു. ഞാൻ വന്നടാ. നീ വരുമ്പോൾ എൻ്റെ ഓഫീസ് വഴി വാ. ജോയിൻ ചെയ്തിട്ട് നിന്നെ കാത്തിരിക്കുകയാണ് ഞാൻ. എങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ എത്തുമെടാ. കാൾ കട്ട് ചെയ്തിട്ട് സുഖദേവ് ബൈക്കിൽ കയറി. CI ഓഫീസ്. അലക്സാണ്ടർ അയാളെ കാത്തിരിക്കുകയായിരുന്നു. സുഖദേവ് ഹാഫ് ഡോറിൽ ഒന്ന് മുട്ടിയിട്ട് കടന്നു ചെന്നു. അലക്സാണ്ടർ എഴുന്നേറ്റു. എടാ. അയാൾ സുഖദേവിനെ കെട്ടിപ്പിടിച്ചു. എത്ര കാലമായിടാ കണ്ടിട്ട്? അതെ, നിൻ്റെ പഴയ ചള്ള വയറൊക്കെ പോയി. നീ അങ്ങ് കുട്ടപ്പനായി. സുഖദേവ് അലക്സാണ്ടറെ അടിമുടി നോക്കി. നീ ഇരിക്കെ. അവർ കുറച്ചു നേരം സംസാരിച്ചിരുന്നു. എങ്കിലിനി എൻ്റെ വീട്ടിലേക്ക് പോകാം. സുഖദേവിൻ്റെ ബൈക്കിലാണ് ഇരുവരും പോയത്. അമ്മയെയും അഞ്ചത്തിയെയും സുഖദേവ് അലക്സാണ്ടർക്ക് പരിചയപ്പെടുത്തി. സതി മകനും സുഹൃത്തിനും ചായ നൽകി. നേരം ഇരുട്ടി. ഇരുവരും കുളി കഴിഞ്ഞ് മുറ്റത്തെ പരന്ന പാറയിലിരുന്നു. ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ എന്ത് രസമാടാ. അലക്സാണ്ടർ താഴ്വാരത്തെ മറയൂർ ടൗണിൻ്റെ രാത്രി ദൃശ്യം ആസ്വദിച്ചു. അതിനിടെ സംസാരത്തിൽ നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും വന്നു. സുഖദേവ് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ CIയെ പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം ശ്രദ്ധയോടെ കേട്ട ശേഷം അലക്സാണ്ടർ തിരക്കി. ഈ ശിവദാസിൻ്റെ ക്യാരക്ടർ എങ്ങനെയാ? എൻ്റെ അനുഭവത്തിൽ അയാൾ തീർത്തും ഫ്രോഡാ. അലക്സാണ്ടർ അമർത്തി മൂളി. അയാളൊന്ന് കാണണമല്ലോ. നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. പിന്നെ മരണപ്പെട്ട പ്രഭാകരൻ്റെ വീട്ടുകാരോടും എനിക്കൊന്ന് സംസാരിക്കണം. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഞാൻ ചെയ്യാം. അതൊന്നും വേണ്ട, ഞാൻ പോയി അവരെ കണ്ടോളാം. ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാമല്ലോ. അപ്പോൾ സുഖദേവിൻ്റെ സഹോദരി ദീപ്തി വാതിൽക്ക് തലനീട്ടി. ചോറിനാൻ വരാൻ അമ്മ പറഞ്ഞു. ശരി, കഴിച്ചേക്കാം. ആദ്യം അലക്സാണ്ടറും പിന്നെ സുഖദേവും എഴുന്നേറ്റു. അന്ന് രാത്രി CI അവിടെയാണ് ഉറങ്ങിയത്. പിറ്റേന്ന് രാവിലെ സുഖദേവിൻ്റെ ഒപ്പം ഓഫീസിലെത്തുകയും ചെയ്തു. വൈകിട്ട് കാണാമെന്ന് പറഞ്ഞ് സുഖദേവ് സ്കൂളിലേക്ക് പോയി. സമയം രാവിലെ 11 മണി. മുറ്റത്തോട് ചേർന്ന് ഒരു ജീപ്പ് വന്ന് നിൽക്കുന്നത് കേട്ട് പത്മ അടുക്കളയിൽ നിന്ന് എത്തി നോക്കി. ശിവദാസൻ ആണെന്നാണ് കരുതിയത്. എന്നാൽ ജീപ്പിന് മുകളിലെ നീല ബീക്കൺ ലൈറ്റും ഉള്ളിൽ കാക്കിധാരിയെയും കണ്ടപ്പോൾ അവരൊന്ന് ശങ്കിച്ചു. ജീപ്പിൽ നിന്ന് CI അലക്സാണ്ടർ ഇറങ്ങി മുറ്റത്തെത്തി. തിടുക്കത്തിൽ പത്മം വാതിൽക്കലെത്തി. അലക്സാണ്ടർ അവരെ നോക്കി ചിരിച്ചു. പ്രഭാകരൻ്റെ വീടല്ലേത്? ആണ് സാറേ. പത്മ ആദരവോടെ സായത്തുമ്പിൽ കൈത്തുളച്ചു നിന്നു. ഞാൻ സുഖദേവിൻ്റെ സുഹൃത്താ. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. പത്മത്തിന് ആശ്വാസമായി. അലക്സാണ്ടർ തിണ്ണയിൽ കയറി കസേരയിലിരുന്നു.
വേറെ ആരൊക്കെയുണ്ട് ഇവിടെ? എൻ്റെ മൂത്ത മോളുണ്ട്, ഇളയവൾ സ്കൂളിൽ പോയി. മൂത്ത മകൾ തന്മയ അല്ലേ? അതെ സാർ. അത്ഭുതം കൊണ്ട് പത്മത്തിൻ്റെ കണ്ണുകൾ വികസിച്ചു. അവളെ ഇങ്ങോട്ടൊന്ന് വിളിക്കേ. പത്മം തന്മയെ വിളിച്ചു. വാതിലിൽ പകുതി മറിഞ്ഞ് അവൾ വന്നു നിന്നു. കുട്ടി എന്താ സ്കൂളിൽ പോകാത്തത്? അത് അവൾ പരിങ്ങി. എല്ലാം എനിക്കറിയാം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നല്ല ധൈര്യമുള്ളവളാണ് കുട്ടിയെന്ന് ഞാൻ കേട്ടത്. ആ ധൈര്യമൊക്കെ എവിടെ പോയി? തന്മയ തലകുനിച്ചു. നാളെ മുതൽ സ്കൂളിൽ പോകണം കേട്ടോ. എല്ലാവരുടെയും മുന്നിൽ തലയുയർത്തി നിൽക്കണം. ഇങ്ങനെ വീട്ടിൽ ഒളിച്ചിരിക്കുമ്പോഴോ എന്തോ കാര്യമുണ്ടെന്ന് മറ്റുള്ളവർ കരുതുക. തന്മയ തലയാട്ടി. കുട്ടി പോയിക്കോളൂ. അവൾ പിൻവാങ്ങി. അലക്സാണ്ടർ പത്മത്തോടെ വിശദമായി കാര്യങ്ങൾ തിരക്കി. ചന്ദനമോഷണവും പശുമോഷണവും സംബന്ധിച്ച്. ഒക്കെ തെളിയിക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുറച്ചു സമയം കഴിഞ്ഞ് അലക്സാണ്ടർ യാത്ര പറഞ്ഞു പോയി. പിന്നെ 10 മിനിറ്റ് കഴിയും മുമ്പേ ശിവദാസൻ അവിടെ എത്തി. ഇനി ഇവിടെ കാലുകുത്തരുതെന്ന് കരുതിയതാ, പക്ഷേ ആ CI വന്നെന്നറിഞ്ഞിട്ട് വന്നതാ. പത്മത്തിന് അത്ഭുതമായി. ഇത്ര വേഗം ചേട്ടനെങ്ങനെ ഈ വിവരം അറിഞ്ഞു? അതിനർത്ഥം ഇവിടെ നടക്കുന്നതൊക്കെ ആരോ വാച്ച് ചെയ്ത് ചേട്ടനെ അറിയിക്കുന്നുണ്ടെന്നല്ലേ? അവളുടെ ചിന്തയെ മുറിച്ചുകൊണ്ട് ശിവദാസിൻ്റെ ചോദ്യം കേട്ടു. എന്തിനാ അയാൾ വന്നത്? ഇവിടെ നടന്നതിനെക്കുറിച്ച് തിരക്കാൻ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഉണ്ടായതൊക്കെ? ശിവദാസിന് അത് ഇഷ്ടമായില്ല. ഇനി അങ്ങനെ ആരെങ്കിലും വന്നാൽ എന്നെ വിളിക്കണം. എൻ്റെ സാന്നിധ്യത്തിൽ മാത്രം സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ നിന്നെ അവർ കള്ളിയാക്കും. പത്മ അനിഷ്ടത്തോടെ തലയാട്ടി. തന്മയ ഇവിടെയുണ്ടല്ലോ. ഉണ്ട്. അയാൾ വണ്ടിയിൽ നിന്ന് ഒന്നും എഴുതാത്ത ഏതാനും പേപ്പറുകൾ എടുത്തുകൊണ്ട് വന്നു. രണ്ടാളും ഇതിൻ്റെ അടിയിലൊന്ന് ഒപ്പിട്. എന്തിനാങ്കിളെ? തന്മയ നെറ്റിച്ചുളിച്ചു. CIക്ക് പരാതി കൊടുക്കാനാ. ഒന്ന് പ്രഭാകരൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ, അടുത്തത് പശുമോഷണത്തെക്കുറിച്ചും. ഇരുവരും അയാൾ കാണിച്ച ഭാഗത്ത് ഒപ്പിട്ടു. പരാതി എഴുതണ്ടേ അങ്കിളെ? തന്മയ്ക്ക് സംശയം. അതൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചോളാം. സ്ഥലം മാറി വന്നതിൻ്റെ ആദ്യ ദിനങ്ങളിൽ ആ CI എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കും. അതാ നമുക്കും വേണ്ടത്. അയാൾ കടലാസ് ഭദ്രമായി ചുരുട്ടിയെടുത്തു. 4 മണിക്ക് ശിവദാസൻ മറയൂർ ടൗണിലെ തൻ്റെ മലഞ്ചരക്കു കടയിലെത്തി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് ജീപ്പ് അവിടെ വന്നു. CI അലക്സാണ്ടർ ഇറങ്ങി കടയിലേക്ക് കയറി. CIയെ കണ്ട് ഭവ്യതയോടെ ശിവദാസൻ എഴുന്നേറ്റു. സാർ, എന്താ ഈ വഴിക്ക്? വെറുതെ ഇവിടുത്തെ ദിവന്മാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടാകാമെന്ന് കരുതി. അയാൾ മുറിയാക്കി കണ്ണോടിച്ചു. ഈ കച്ചവടമില്ലെങ്കിലും ശിവദാസിന് ജീവിക്കാൻ വകുപ്പുണ്ട് അല്ലേ? അയ്യോ, അതെങ്ങനെ സാറേ? അയാൾ അമ്പരപ്പ് ഭാവിച്ചു. അത് ഞാൻ പറയണോ? തനിക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് പോകാം. എങ്ങോട്ടാ സാറേ? ശിവദാസിന് വീണ്ടും അമ്പരപ്പ്. പോലീസ് സ്റ്റേഷനിലേക്ക്. അവിടെ ചെന്നാലല്ലേ നിങ്ങൾ സത്യം പറയൂ. അലക്സാണ്ടർ ശിവദാസിൻ്റെ കയ്യിൽ പിടിച്ചു. ശിവദാസൻ വിളറിപ്പോയി. സാർ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെന്തിനാ എന്നെ കൊണ്ടുപോകുന്നത്? ശിവദാസൻ CI അലക്സാണ്ടറുടെ കയ്യിൽ നിന്ന് തൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചു. അലക്സാണ്ടർ ഒന്ന് ചിരിച്ചു. ഇതെന്തൊരു വർത്തമാനമാ ശിവദാസ? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാത്തവർ ഈ ഭൂമിയിൽ കാണുമോ? അതിൽ പലതും പോലീസ് കേസ് ആകേണ്ടതുമായിരിക്കും. ആരും കണ്ടുപിടിക്കാത്തതുകൊണ്ട് രക്ഷപ്പെടുന്നതേയുള്ളൂ. അയാൾ ഒന്നുകൂടി പിടിമുറുക്കി. അതോടെ ശിവദാസിന് പരക്ഷയം സംഭവിച്ചതുപോലെയായി. പക്ഷേ തർക്കിച്ചു. എന്നാലും ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് പറയേണ്ട കടമ പോലീസുകാർക്കില്ലേ? ആ, തനിക്ക് നിയമമൊക്കെ അറിയാമല്ലോ. അലക്സാണ്ടർ തലയാട്ടി. എന്നാൽ അങ്ങനെ ഒരെണ്ണമായിട്ട് പറയാൻ പറ്റിയ കേസല്ലോടോ തൻ്റേത്. ഒരുപാടുണ്ട്. തന്നെ കൊണ്ട് ഞാൻ അതെല്ലാം പറയിപ്പിക്കും. CI അയാളെ ASI രാഹുൽ രാജുവിനെ നേർക്ക് തള്ളി. ജീപ്പിൽ കയറ്റ്. ശിവദാസിൻ്റെ കടയ്ക്ക് മുന്നിൽ പോലീസ് ജീപ്പ് നിൽക്കുന്നത് കണ്ട് വഴിയാത്രക്കാരും അടുത്ത കടക്കാരുമൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ ഒരു ചെറിയ ആൾക്കൂട്ടം രൂപം കൊണ്ടു. നടക്കടോ. രാഹുൽ രാജ് അവർക്കിടയിലൂടെ അയാളെ ജീപ്പിലേക്ക് നയിച്ചു. ഹെഡ് കോൺസ്റ്റബിൾ വിജയൻ കടയുടെ ഷട്ടർ താഴ്ത്തുകയും കാൽ കൊണ്ട് ലോക്ക് തട്ടിയിടുകയും ചെയ്തു. സാർ, എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ജീപ്പിൽ കയറുന്നതിനിടെ ശിവദാസൻ പറഞ്ഞു. ഏത് കൊമ്പത്തുള്ളവനെ വിളിക്കാനാടോ? അലക്സാണ്ടർ തിരിഞ്ഞു നിന്നു. അറിയിക്കേണ്ടവരൊക്കെ ഞങ്ങൾ അറിയിച്ചോളാം. ജനങ്ങളൊന്നും മനസ്സിലാകാതെ നോക്കി നിൽക്കുമ്പോൾ ശിവദാസനെയും കൊണ്ട് ജീപ്പ് അകന്നു പോയി. പോലീസ് സ്റ്റേഷൻ. CI തൻ്റെ ക്യാബിനിലേക്ക് പോയി. പോലീസുകാരിൽ പലരെയും ശിവദാസിന് പരിചയമുണ്ട്. നിങ്ങൾ ആരെങ്കിലും ധർമ്മരാജ് സാറിനെ വിളിച്ചൊന്ന് വിവരം പറയാമോ? അയാൾ ശബ്ദം താഴ്ത്തി അവരോട് പറഞ്ഞു. ആരും മിണ്ടിയില്ല. കാരണം അലക്സാണ്ടറെക്കുറിച്ച് അവർക്ക് നന്നായി അറിയാം. പോലീസ് അസോസിയേഷൻ്റെ പ്രബലനായ ഒരു ഭാരവാഹിയാണ്, അതും ഭരണപക്ഷത്തിൻ്റെ. അലക്സാണ്ടർ ഒരു പ്രതിയെ പിടിച്ചാൽ പാമ്പ് ചുറ്റുന്നത് പോലെയാണെന്ന് ഡിപ്പാർട്ട്മെൻറ്റിലെ അടക്കം പറച്ചിൽ. രാഹുലേ, അയാളെ ഇങ്ങ് കൊണ്ടുവാ. CIയുടെ ക്യാബിനിൽ നിന്ന് വിളിക്കേട്ടു. സാർ. രാഹുൽ രാജ് തിരിഞ്ഞ് CIയെ നോക്കി. കയറടാ അങ്ങോട്ട്. ബലിയാടിനെ പോലെ ശിവദാസൻ CIക്ക് മുന്നിലെത്തി. അലക്സാണ്ടർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് മേശയെ ഒന്ന് വലം വെച്ച് ശിവദാസന് നേരെ വന്നു. പിന്നെ അയാളെ അടിമുടി നോക്കി കഴിവതും വിനയം ഭാവിച്ചു ശിവദാസൻ. ശിവദാസാ, CI വിളിച്ചു. എന്തോ? എനിക്ക് 2 പ്രധാന ചോദ്യങ്ങളാണുള്ളത്. അവയ്ക്ക് സത്യസന്ധമായ ഉത്തരം കിട്ടിയില്ലെങ്കിൽ 2 പോലീസ് മുറകൾ. ഒന്ന്, കുനിച്ചു നിർത്തി തൻ്റെ തല എൻ്റെ കാലുകൾക്കിടയിൽ അമർത്തി നട്ടലിനെ കൈമുട്ടുകൊണ്ടുള്ള ഇടി. ചോര തുപ്പും താൻ. ശിവദാസൻ ഞെട്ടിപ്പോയി. അലക്സാണ്ടർ തുടർന്നു. രണ്ടാമത്തേത് പുതുമയുള്ള ഐറ്റമാ. നല്ല കടിയൻ ഉറുമ്പുകളെ തൻ്റെ ചെവിയിലേക്ക് വാരിയിടും. എന്നിട്ട് പഞ്ഞുകൊണ്ട് അടച്ചു വയ്ക്കും. എത്ര മനക്കട്ടിയുള്ളവനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. തനിക്ക് ഇതിലേത് വേണം? ഒന്നും വേണ്ട സാറേ. അറിയാതെ കാത് പൊത്തിപ്പോയി ശിവദാസൻ.
അങ്ങനെയെങ്കിൽ സത്യം പറഞ്ഞോണം. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഒറ്റ തവണ കള്ളം പറഞ്ഞാൽ പിന്നെ ഞാൻ സത്യത്തിനായി കാത്തു നിൽക്കില്ല. ഒരുപാട് ക്രൂരമായിരിക്കും എൻ്റെ പ്രയോഗം. ശിവദാസൻ ഇപ്പോൾ തന്നെ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ സത്യം പറഞ്ഞോളാം സാറേ, അയാളുടെ ഒച്ചപ്പോലും വിറച്ചു. എങ്കിൽ പറ, ആരാ പത്മത്തിൻ്റെ വീട്ടിലെ പശുക്കളെ മോഷ്ടിച്ചത്? അയ്യോ, ഞാനല്ല സാറേ. ശരി, പക്ഷെ അതിന് പിന്നിൽ ആരാണെന്ന് തനിക്കറിയാം. അതും അറിയത്തില്ല സാറേ. അലക്സാണ്ടർ മീശയിലൊന്ന് തടവി. കണ്ണുകൾ ശിവദാസനിൽ തറഞ്ഞു നിന്നു. രാഹുലേ, ആ ഉറുമ്പുകളുള്ള പ്ലാസ്റ്റിക് കവറിങ് എടുത്തേ. അയ്യോ വേണ്ട. ശിവദാസൻ അലക്സാണ്ടറുടെ കാൽക്കലിരുന്നു. എനിക്കൊന്നും അറിയാഞ്ഞിട്ട് സാറേ. അലക്സാണ്ടർ അയാളുടെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചുയർത്തി. ഒറ്റ ചോദ്യം കൂടി. ചന്ദനമരത്തിൻ്റെ കാര്യം. പത്മത്തിൻ്റെ വീടിനു പിന്നിൽ നിന്ന മരം ആരാ മുറിച്ചത്? അതേക്കുറിച്ചും എനിക്കറിയത്തില്ല. ഉറുമ്പിനെടുക്കട്ടെ? വേണ്ട. അന്ന് ചന്ദനമരം മുറിക്കാൻ വേണ്ടി മാത്രമാത്താൻ പത്മത്തിനെയും മക്കളെയും അവിടെ നിന്ന് മാറ്റിയത് എനിക്കറിയാം. തൻ്റെ വീട്ടിലുള്ളവർ വെറുതെ അസുഖം ഭാവിച്ച് കിടക്കുകയായിരുന്നു. ശിവദാസിന് ഉമിനീർ പറ്റി. സ്റ്റേഷൻ ഭിത്തിയിലെ ഗാന്ധിജിയുടെ ഫോട്ടോ തന്നെ നോക്കി പരിഹസിക്കുന്നതായി അയാൾക്ക് തോന്നി. ശിവദാസാ, ഇനിയൊന്നും മാറ്റി പറയാൻ ഇടയുണ്ടാക്കരുത് താൻ. കാരണം മുറിച്ച മരങ്ങൾ എവിടെയുണ്ടെന്നും പശുക്കളെ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നെന്നും കൃത്യമായി അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ശിവദാസൻ മിണ്ടിയില്ല. ശരി, നേരത്തെ പറഞ്ഞ പോലീസ് മുറകളൊക്കെ നാളെ രാവിലെ കൃത്യം 8 മണിക്ക് താനിവിടെ എത്തിയിരിക്കണം. പോയിക്കോ. കേട്ടുനിന്ന രാഹുൽ രാജിനെ പോലും അത്ഭുതമായി. അലക്സാണ്ടർ സാർ, എന്താണിങ്ങനെ? ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ ശിവദാസൻ തിരിഞ്ഞു. താനൊന്ന് നിന്നേ, പിന്നിൽ നിന്ന് CI വിളിച്ചു. ശിവദാസൻ തിരിഞ്ഞു നിന്നു. അലക്സാണ്ടർ കൈവീശി ഒറ്റയടി. അയ്യോ, ഒട്ടം കറങ്ങിപ്പോയി അയാൾ. രാഹുൽ രാജ് അയാളെ പിടിച്ച് CIക്ക് അഭിമുഖമായി നിർത്തി. ഒന്നും തരാതെ വിട്ടാൽ നിനക്കത് വിഷമമാകില്ലേ ശിവദാസ? പിന്നെ രാവിലെ വരുമ്പോൾ പശുക്കളും ചന്ദനത്തടിയും ഈ മുറ്റത്തുണ്ടാകും. ഇനി പോയിക്കോ. പുറത്തേക്ക് ഓടുകയായിരുന്നു ശിവദാസൻ. അയാളെ വിടണമായിരുന്നോ സാർ? രാഹുൽ രാജിന് സംശയം. വേണം. അവൻ വെറും ഒരു കാരിയർ മാത്രമാണ്. ശരിക്കുള്ള പുള്ളികൾ വേറെയാ. അവനിലൂടെ നമ്മൾ അവരെ കണ്ടെത്തണം. രാഹുൽ, ഒരു കാര്യം ചെയ്യേ. അവൻ്റെ ഓരോ ചലനവും ശ്രദ്ധിക്കാൻ 2 പേരെ ഡ്യൂട്ടിക്കിട്. അവൻ എവിടെയൊക്കെ പോകുന്നു, ആരൊക്കെയുമായി സംസാരിക്കുന്നു, എല്ലാം അറിയണം. സർ. രാഹുൽ രാജും ക്യാബിൽ നിന്ന് ഇറങ്ങി. കുണ്ടാക്കാട്. ജീവിതം വഴിമുട്ടുകയാണ്. പത്മം ഓർത്തു. നാളത്തേക്ക് കൂടി മാത്രമേ അരി പോലും കാണുകയുള്ളൂ. ആകെ കിട്ടിയിരുന്ന വരുമാനവും നിലിച്ചിരിക്കുകയാണല്ലോ. പുറത്തെ ഇരുളും മഞ്ഞും ഇടകലർന്ന പ്രകൃതിയിലേക്ക് നോക്കി അവർ ഇരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ തന്മയെയും ആദ്യയെയും കൂടി അമ്മയുടെ അരികിലെത്തി. അങ്കിളിനെ പോലീസ് പിടിച്ചെന്ന് പറഞ്ഞത് നേരാണോ അമ്മേ? തന്മയ്ക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിടിച്ചിട്ട് വിട്ടെന്നാ കേട്ടത്. പത്മം ഇരുളിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ചില്ല. നരച്ച ആകാശത്തിന് താഴെ കിഴക്കേ കുന്നിൽ പ്രേതങ്ങളെപ്പോലെ ഇലക്കൊഴിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ. ശരിക്കും നേരിൽ കാണാതെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? എന്നാലും ചേട്ടൻ്റെ ചില നേരത്തെ സ്വഭാവം കാണുമ്പോൾ. പത്മം പകുതിക്ക് നിർത്തി. ആ നേരത്ത് കുന്നിനെ ചുറ്റി ശിവദാസിൻ്റെ പഴയ ജീപ്പ് മുറ്റത്ത് വന്നു നിന്നു. അതിൽ നിന്ന് അയാൾ ക്രോധത്തോടെ ഇറങ്ങി. അവരെ കണ്ടതും അലറുകയായിരുന്നു ശിവദാസൻ. എടി പട്ടിച്ചി, നീ എനിക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കും അല്ലേടി? എന്നിട്ട് അവരെന്നെ മൂക്കിൽ വലിച്ചു കയറ്റിയോടി. പാഞ്ഞെടുത്തത് കൊണ്ട് അയാൾ കൈ ചൂണ്ടി. ആ ഭാവം കണ്ട് കുട്ടികൾ ഭയന്ന് ചാടി എഴുന്നേറ്റു. പത്മം പക്ഷേ അവിടെ തന്നെ ഇരുന്നു. ചേട്ടൻ കാര്യമറിയാതെ സംസാരിക്കരുത്. ഞാൻ ആർക്കും പരാതി കൊടുത്തില്ല. ആ ഇൻസ്പെക്ടർ എന്നോട് ചിലത് ചോദിച്ചു. ഞാൻ അതിന് മറുപടിയും നൽകി. അത്രയേ ഉള്ളൂ. അത് മതിയല്ലോ. ശിവദാസൻ പെട്ടെന്ന് പത്മത്തിൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചു. അത് അപ്രതീക്ഷിതമായിരുന്നു. ബാലൻസ് തെറ്റി പത്മം മുറ്റത്ത് വീണു. അയ്യോ, കുട്ടികൾ നിലവിളിച്ചു. ശിവദാസൻ പത്മത്തെ മുറ്റത്തിട്ട് ചവിട്ടി. കൊല്ലുപടി നിന്നെ ഞാൻ. നിന്റെ ആ പോലീസുകാരനൊന്നും എന്നെ ഒന്നും ചെയ്യത്തില്ല. പത്മത്തിന് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിഞ്ഞില്ല. അങ്കിളെ. കുട്ടികൾ മുറ്റത്തേക്ക് ചാടി അയാളെ വട്ടം പിടിച്ചു. അമ്മയൊന്നും ചെയ്യരുത്. ശിവദാസൻ അവരെ കുടഞ്ഞെറിഞ്ഞു. കട്ടപ്പ കൂടിയിളക്കും പോലെ കുരച്ചു. ബഹളം കേട്ട് അടുത്ത വീട്ടുകാർ പുറത്തിറങ്ങി. പക്ഷേ അവർ പത്മത്തിൻ്റെ മുറ്റത്ത് കയറും മുമ്പ് ശിവദാസൻ അലറി. ഒറ്റയൊരുത്തൻ ഇവിടെ കാലുകുത്തരുത്. ഇത് ഞങ്ങളുടെ വീട്ടുകാര്യമാ. അത് കേട്ടതും വന്നവർ നിന്നു. ശിവദാസൻ പത്മത്തിൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചുയർത്തി. നിന്റെ പശുക്കളെ മോഷ്ടിച്ചു വേണോടി എൻ്റെ മക്കൾക്ക് അത്താഴം കൊടുക്കാൻ? ചോദ്യവും കവിളടക്ക ഒരടിയും അടിവയറ്റിലൊരു ചവിട്ടും. പത്മം തിണ്ണയിൽ മലർന്നു വീണു. അടുത്ത നിമിഷം തന്മയ വീടിനുള്ളിലേക്ക് ഓടി. തിരികെ വന്നപ്പോൾ അവളുടെ കയ്യിൽ ഒരു വെട്ടുകത്തി. കൊല്ലും ഞാൻ ഇനി അമ്മ തല്ലിയാൽ. വെട്ടുകത്തി ഓങ്ങിക്കൊണ്ട് അവൾ കൈ ചൂണ്ടി. ശിവദാസൻ തലതിരിച്ചു. അവളുടെ ഭാവം കണ്ട് അയാളൊന്ന് പകച്ചു. പറഞ്ഞതുപോലെ അവൾ ചെയ്യുമെന്ന് അയാൾക്ക് തോന്നി. ശരിക്കും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ശിവദാസൻ. എന്നാൽ നീ എന്നെ ഒന്ന് കൊന്നടി, അയാൾ വെല്ലുവിളിച്ചു. ആ നിമിഷം തന്മയെ വെട്ടുകത്തി വീശി അയാളുടെ കഴുത്തിന് നേർക്ക്. മോളെ. തിണ്ണയിൽ കിടന്ന് പത്മം ഭീതിയോടെ വിളിച്ചു. ശിവദാസൻ അല്പം പിന്നോട്ട് മാറിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും വെട്ടേറ്റേനെ. കലിയടങ്ങാതെ തന്മയെ മുറ്റത്തേക്ക് ചാടി. അങ്കിളിപ്പം പോയിക്കോണം. മേലിൽ ഇവിടെ വരികയോ ഞങ്ങളെ ഉപദ്രവിക്കുകയോ ചെയ്താൽ പിന്നെ ജീവനോടെ മടങ്ങിപ്പോകത്തില്ല. ഇത് പറയുന്നത് ഞാനാ. തന്മയ ശ്വാസം വലിച്ചു വിട്ടു. കണ്ടോ ഇവിടെ സ്വഭാവം? നാട്ടുകാർ കേൾക്കെ ശിവദാസൻ വിളിച്ചലറി. ഒരു സാറിവിടെ വരുമല്ലോ. സുഖദേവ്. അവൻ വച്ചുകൊണ്ടിരിക്കുക അവളെ. സ്കൂളിലെ ഭിത്തിയാൽ മുഴുവൻ അത് എഴുതി വെച്ചേക്കുക പിള്ളേര്. അയൽക്കാർ അമ്പരന്നു. തന്മയ്ക്ക് സർവ്വനിയന്ത്രണവും പോയി. അവൾ ശിവദാസന് നേർക്ക് പാഞ്ഞെടുത്തു. അത് കണ്ട് മിന്നൽ വേഗത്തിൽ അയാൾ ജീപ്പിൽ ചാടിക്കയറി. എങ്കിലും തന്മയെ
കൊണ്ടുവന്ന് ജീപ്പിൻ്റെ കമ്പിയിൽ വീണ്ടും കിട്ടും മുമ്പ് അയാൾ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതിവേഗം പിന്നോട്ടെടുത്ത് തിരിച്ചു പാഞ്ഞുപോയി. അതിനിടെ വിളിച്ചലറി, എടി പത്മം, പട്ടിണി കിടന്ന് ജീവിക്കാൻ പറ്റാതെ വരുമ്പം നീയും മക്കളും മറയൂരിഞ്ഞിറങ്ങുപടി വ്യഭിചരിക്കാൻ. ഛേ! തിണ്ണയിൽ വല്ലവിധാനയും എഴുന്നേറ്റിരുന്ന പത്മ മുഖം വെട്ടിച്ചു. ഒരു സഹോദരൻ സഹോദരിയോട് പറയുന്ന വാക്കുകൾ. അമ്മേ! ആദ്യ അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കലിയടങ്ങാതെ തന്മയ മണ്ണിൽ വെട്ടുകത്തിക്കൊണ്ട് ആഞ്ഞാഞ്ഞു വെട്ടി. അയൽക്കാർ മുറ്റത്ത് വന്നു. തൊട്ടടുത്ത വീട്ടിലെ തങ്കമ്മ അവളെ പിടിച്ചു. മോളെ, ഒന്നടങ്ങ്. തങ്കച്ചി കേട്ടതല്ലേ അയാൾ വിളിച്ച് പറഞ്ഞതൊക്കെ? അയാളുടെ പെങ്ങൾ തന്നെയാണോ എൻ്റെ അമ്മ? ചോദിച്ചത് തന്മയ പൊട്ടിക്കരഞ്ഞു. തങ്കമ്മ അവളെ തന്നിലേക്ക് ചേർത്തു. കുട്ടി, അങ്ങനെ മനുഷ്യർ രക്തബന്ധത്തിനൊന്നും ഇപ്പം യാതൊരു വിലയുമില്ലെന്നേ. അവനവൻ്റെ കാര്യം അത്ര തന്നെ. തന്മയെ വെട്ടുകത്തി മുറ്റത്തേക്ക് ആഞ്ഞെറിഞ്ഞു. തങ്കമ്മ അവളെയും കൊണ്ടുവന്ന് പത്മത്തിൻ്റെ അരികിലിരുത്തി. പത്മത്തിൻ്റെ ചുണ്ട് പൊട്ടി ചോര ഒഴുകുന്നുണ്ടായിരുന്നു. ശരീരം അനക്കാൻ പറ്റാത്തതുപോലെയുള്ള വേദന. പെണ്ണുങ്ങളെ തല്ലിയ കേസാ. പരാതി കൊടുത്താൽ ശിവദാസൻ വിവരമറിയും, ആളുകൾക്കിടയിൽ ആരോ പറഞ്ഞു. അതൊന്നും വേണ്ട, തങ്കമ്മ എതിർത്തു. കള്ളിറങ്ങി കഴിയുമ്പോൾ ശിവദാസൻ ഇങ്ങ് വരും ക്ഷമ ചോദിക്കാൻ. വന്നാൽ അങ്ങയുടെ കാല് ഞാൻ വെട്ടും. സ്വന്തം മക്കളെയും ഭാര്യയെയും കുറിച്ചാണെങ്കിൽ അയാളങ്ങനെ പറയുമോ? തന്മയ മുടി പിന്നിലേക്ക് വാരിക്കെട്ടി. അത് നേരാ, തങ്കമ്മയുടെ ഭർത്താവ് അനിയൻ സമ്മതിച്ചു. പ്രഭാകരനുള്ള സമയത്താണെങ്കിൽ അയാളിങ്ങനെ വന്ന് ബഹളം വയ്ക്കുമോ? അത് ശരിയാണെന്ന് എല്ലാവർക്കും അറിയാം. കുറച്ചു നേരം കൂടി അവിടെ നിന്നിട്ട് അയൽക്കാർ പോയി. പത്മവും മക്കളും ബാക്കിയായി. പത്മത്തിൻ്റെ ശരീരം മുഴുവൻ മണ്ണ് പറ്റിയിരുന്നു. തന്മയെ വെള്ളം ചൂടാക്കി കൊടുത്തു. പത്മ അതിൽ കുളിച്ചു. അമ്മയുടെ അവസ്ഥ കണ്ടപ്പോൾ അവൾക്ക് സങ്കടമേറി. അമ്മേ! അവളുടെ കണ്ണു നിറഞ്ഞു. പോട്ടെ മക്കളെ, ഇനി ചേട്ടൻ ഇവിടെ വന്നാൽ നിങ്ങളൊന്നും പറയണ്ട. നമുക്കൊരാവശ്യം വന്നാൽ ഓടി വരാൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ, പത്മ കുട്ടികളോട് പറഞ്ഞു. ഓടി വരാൻ പറ്റുന്ന ഒരാൾ. അമ്മ ഒന്നും പറയണ്ട. അയാളെ ഇനി ഈ വീട്ടിൽ കയറ്റത്തില്ല ഞാൻ. അതല്ല, അമ്മ ആങ്ങളെ സ്വീകരിച്ചിവിടെ ഇരുത്തിയാൽ ഞാൻ വേണോ അങ്ങേര് വേണോ എന്ന് അമ്മയ്ക്ക് തീരുമാനിക്കാം. ദേഷ്യപ്പെട്ട് തന്മയ എഴുന്നേറ്റ് പോയി. അന്നവൾ അമ്മയോടൊപ്പം കിടന്നതുകൂടിയില്ല. ഒറ്റയ്ക്ക് അപ്പുറത്തെ മുറിയിൽ കയറി കഥ കടച്ചു. ഒരു പോള ഉറങ്ങാൻ കഴിഞ്ഞില്ല തന്മയ്ക്ക്. ശിവദാസൻ അമ്മയോട് കാട്ടിയ ക്രൂരതയായിരുന്നു കണ്ണുകളിൽ. ആ രാത്രിയിൽ അവളൊരു തീരുമാനമെടുത്തു. ആരുടെയും സഹായമില്ലാതെ ജീവിക്കണം. പക്ഷേ എങ്ങനെ? അതിനുള്ള ഉത്തരം മാത്രം കിട്ടിയില്ല. ഏറെ ദൈർഘ്യം തോന്നിപ്പിച്ച ആ രാത്രി അവസാനിച്ചു. പുലർച്ചെ പത്മം തന്നെയാണ് ആദ്യം ഉണർന്നത്. എഴുന്നേൽക്കാൻ നോക്കിയിട്ട് കഴിയുന്നില്ല. നട്ടെല്ലിനും അടിവയറ്റിലും കഠിന വേദന. അരികിൽ കിടന്ന് ആദ്യം ഉറങ്ങുന്നുണ്ട്. അവളെ ഒന്നും അറിയിക്കാതെ വല്ലവിധേനയും പത്മം തറയിൽ കൈകുത്തി എഴുന്നേറ്റു. എന്നിട്ട് അടുത്ത മുറിയുടെ വാതിൽക്കിലേക്ക് നോക്കി. അത് തുറന്നു കിടക്കുന്നു. ബുദ്ധിമുട്ടി പത്മ അങ്ങോട്ട് ചെന്നു. അതിനുള്ളിൽ തന്മയല്ല. ബാത്റൂമിൽ നോക്കി, അവിടെയുമില്ല. അപ്പോഴാണ് പുറത്തേക്കുള്ള വാതിൽ തുറന്നിട്ട് ചാരിയ നിലയെ കണ്ടത്. പത്മത്തിൻ്റെ ഉള്ളിൽ ഒരു പാരവശ്യം തിങ്ങി. തന്മയ! അവർ വിളിച്ചു. മറുപടിയില്ല. അവർ വാതിൽപ്പാളി തുറന്ന് പുറത്തിറങ്ങി. മഞ്ഞിൽ പൊതിഞ്ഞ പ്രഭാതം. അസ്ഥിയെപ്പോലും വിറപ്പിക്കുന്ന തണുപ്പ്. ഞെട്ടലോടെ പത്മ മറ്റൊന്നു കണ്ടു. തന്മയുടെ സ്കൂട്ടറും അവിടെയില്ല. തലേന്ന് അവൾ പറഞ്ഞതൊക്കെ പത്മം പെട്ടെന്നോർത്തു. അതോടെ ഒരു തേങ്ങൽ അവരിൽ നിന്നുയർന്നു. ഭിത്തിയിൽ ചാരി നിരങ്ങി. പത്മ വീഴും പോലെ തിണ്ണയിലേക്കിരുന്നു. പത്മത്തിൻ്റെ വിലാപം കെട്ട് ആദ്യ ഞെട്ടിയുണർന്നു. ചുറ്റും പകച്ചു നോക്കി. പിന്നെ ഉറക്കെ വിളിച്ചു, അമ്മേ! തിണ്ണയിൽ നിന്നൊരു ശബ്ദം കേട്ടതുപോലെ തോന്നി. ആദ്യ അവിടേക്ക് ഓടി. തിണ്ണയിൽ അവൾ അമ്മയെ കണ്ടു. പരിക്ഷീണയായി. എന്താ അമ്മേ? പത്മത്തിൻ്റെ ശബ്ദത്തെ ഗദ്ഗതം വിഴുങ്ങി. കാറ്റ് പോലെ ഒരൊച്ച പുറത്തു വന്നു. തന്മയ! ചേച്ചി എന്തിയേ? പത്മം കൈമലർത്തി. ആദ്യം മുറ്റത്തേക്ക് നോക്കി. പട്ടിക്കൂടും കോഴിക്കൂടും പോലും കാണാനാവാത്ത കട്ടിമഞ്ഞ്. കൂട്ടിൽ കിടന്ന് കട്ടപ്പ എന്തോ പറയും പോലെ ഒരു ശബ്ദമുണ്ടാക്കി. ഇച്ചേച്ചി! ഉറക്കെ പരിഭ്രമത്തോടെ വിളിച്ചുകൊണ്ട് ആദ്യം മുറ്റത്തേക്ക് ചാടി. റോഡ് വരെ പോയി. ഒരിടത്തും കണ്ടില്ല തന്മയയെ. അവ്യക്തമായ ഒരു ഭയം അവളെയും വലയം ചെയ്തു. ഇന്നലെ രാത്രി അങ്കിൾ വന്ന് എല്ലാവരും കേൾക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞത്. ആ വിഷമത്തിന് ഇച്ചേച്ചി എങ്ങാനും. പക്ഷേ അത്ര വേഗത്തിൽ തളരുന്നവളല്ല തന്മയെന്ന് ആദ്യക്കറിയാം. അത് ശരിയായിരുന്നു. ആ നേരത്ത് മറയൂരിൽ ശിവദാസിൻ്റെ വീട്ടുമുറ്റത്ത് സ്കൂട്ടർ നിർത്തി ഇറങ്ങുകയായിരുന്നു തന്മയ. അവിടെ ആരും എഴുന്നേറ്റിട്ടില്ലെന്ന് കണ്ടു. തന്മയെ ചുറ്റും നോക്കിക്കൊണ്ട് ചെന്ന് വാതിലിൽ മുട്ടി. ആദ്യം പ്രതികരണം ഉണ്ടായില്ല. അല്പം കഴിഞ്ഞ് അകത്തുനിന്ന് സുചിത്രയുടെ ശബ്ദം കേട്ടു. ആരാ? ഞാനാ അപ്പച്ചി, തന്മയ. എന്നിട്ടും ഇത്തിരി നേരം കൂടി കഴിഞ്ഞാണ് വാതിൽ തുറക്കപ്പെട്ടത്. ഉറക്കച്ചടവോടെ എത്തിയ സുചിത്ര തന്മയെ അടിമുടി നോക്കി. നീ എന്താടി ഇത്ര രാവിലെ? തന്മയെ ചിരിക്കാൻ ഭാവിച്ചു. അങ്കിളിനൊന്ന് കാണണം. സുചിത്രയുടെ പുരികം ചുളഞ്ഞു. ഇന്നലെ രാത്രിയിൽ കുടിച്ചു കൂത്താടി അങ്ങോട്ട് വന്നിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കരുതി നിങ്ങളുടെ വീട്ടിൽ കാണുമെന്ന്. സുചിത്രയുടെ ഉറക്കച്ചടവ് പെട്ടെന്ന് പോയി. എന്നാലും സ്വന്തം ആങ്ങളയെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ മാത്രം നിന്റെ അമ്മയ്ക്ക് മനസ്സുണ്ടായല്ലോ. തന്മയെ തലവെട്ടിച്ചു. അമ്മ ഒന്നും ചെയ്തിട്ടില്ല. തന്മയെ ബാക്കി പറയാൻ സമ്മതിച്ചില്ല സുചിത്ര. അവർ ഒന്നുകൂടി ശബ്ദമുയർത്തി. നിന്റെ ഒന്നും ഒരു കാര്യവും എനിക്ക് കേൾക്കണ്ട. ഈശ്വര, അങ്ങേരി നീ എവിടെ പോയാവോ? നീ വന്ന കാര്യം വേഗം പറഞ്ഞോ. തന്മയെ സിറ്റൗട്ടിൻ്റെ തൂണിൽ ചാരി. പറയാനുള്ളത് അങ്കിളിനോടായിരുന്നു. പക്ഷേ ഇവിടെ ഇല്ലാത്ത നിലയ്ക്ക് അപ്പച്ചിയോട് പറയാം. നിങ്ങൾക്കുമുണ്ടല്ലോ ഒരു മകള്.
ആരെങ്കിലും ഇവിടെ വന്ന് വേണ്ടാത്തൊക്കെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമല്ലായിരിക്കും. എന്നാൽ ഞങ്ങൾ അച്ഛനില്ലാത്ത 2 പെൺകുട്ടികളും അമ്മയും അവിടെ താമസിക്കുന്നത്. സ്വന്തം ബന്ധം ഒന്നും നോക്കണ്ട. ഇനി അങ്ങനെ ആവർത്തിക്കരുതെന്ന് ഭർത്താവിനോട് പറഞ്ഞേക്കണം. രാവിലെ അങ്കിളിൻ്റെ കള്ളിറങ്ങിക്കഴിഞ്ഞ് പറയാമെന്നതായത്. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ നന്ന്. തന്മയുടെ നിശ്വാസത്തിന് ചൂട് കൂടിയിരുന്നു. പിന്നെ ഒരു നിമിഷം നിൽക്കാതെ അവൾ ഇറങ്ങി സ്കൂട്ടറിൽ കയറി. അത് മഞ്ഞിൽ മറിഞ്ഞു പോയപ്പോഴോ അങ്ങനെ തന്നെ നിന്നു സുചിത്ര. എന്തൊക്കെയാണ് ഇന്നലെ ദാസേട്ടൻ അവിടെ ചെന്ന് കാട്ടിക്കൂട്ടിയത്? എന്നാലും തൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ ആ പെണ്ണിന് തോന്നിയല്ലോ. സുചിത്ര വേഗം വീടിനുള്ളിൽ കയറി ശിവദാസിൻ്റെ സെൽ നമ്പറിലേക്ക് വിളിച്ചു. ഇന്നലത്തേതുപോലെ തന്നെ സ്വിച്ച് ഓഫ്. അവർ പകച്ചു നിന്നു. തന്മയെ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ മഞ്ഞ് അല്പം കുറഞ്ഞിരുന്നു. ആദ്യ വഴിയരികിൽ കാത്തു നിൽക്കുകയാണ്. ഇച്ചേച്ചി എവിടെ പോയിരുന്നു? മറുപടി പറയാതെ അവൾ തിണ്ണയിൽ തളർന്നിരിക്കുന്ന അമ്മയെ നോക്കി. പത്മ ചാടിയണിട്ട് അവൾക്ക് നേരെ ചീറി. അധിക പ്രസംഗി, ആരോടും ഒന്നും പറയാതെ കൊച്ചുവെളുപ്പം കാലത്ത് നീ എവിടെ പോയടി? തന്മയ്ക്ക് ചിരി വന്നു. അവൾ ചെന്ന് അമ്മയുടെ കരം കവർന്നു. ഇങ്ങനെ ദേഷ്യപ്പെടാനും മാത്രം എന്തുണ്ടായി പത്മമ്മേ? ഞാൻ അമ്മയുടെ പുഞ്ഞാര ആങ്ങളെയൊന്ന് കാണാൻ പോയതല്ലേ. പത്മം അവളുടെ കൈ തട്ടി. അവിശ്വസനീയത ആ മുഖത്തുണ്ടായി. ശിവനേട്ടനെയോ? എന്തിന്? ഒരാൾ മാത്രം അങ്ങനെ മിടുക്കനായാൽ പോരല്ലോ. ആണുങ്ങളായതുകൊണ്ട് എന്തുമാകാമെന്ന് വിചാരിച്ചാൽ എങ്ങനെയാ അമ്മേ? ഇന്നലെ പറഞ്ഞതിൻ്റെയൊക്കെ മറുപടി കൊടുക്കണ്ടായിരുന്നോ? ഈശ്വര! പത്മം നെഞ്ചിൽ കൈവച്ചു. ഈ പെണ്ണിത് എന്തു ഭാവിച്ചാ? തന്മയുടെ ശബ്ദം മുറുകി. ഇത്രയും നാൾ പാവമായി നടന്നിട്ട് നമ്മൾ എന്ത് നേടി അമ്മേ? ഇനി ഏതായാലും അങ്ങനെയാകാൻ തീരുമാനിച്ചിട്ടില്ല. ഒരുത്തൻ്റെ മുമ്പിലും തല കുനിക്കത്തുമില്ല. ഒരുത്തൻ്റെ ഔദാര്യം സ്വീകരിക്കത്തുമില്ല. പത്മം ആദ്യം കാണുന്നത് പോലെ മകളെ നോക്കി. ഒറ്റ രാത്രി കൊണ്ട് അവൾ ഒരുപാട് മാറിയിരിക്കുന്നു. ആദ്യം വന്ന് തന്മയ്ക്ക് പിന്നിൽ നിന്നു. എന്നിട്ട് നീ ഏട്ടനോട് എന്തു പറഞ്ഞു? പത്മത്തിനറിയാൻ തിടുക്കമായി. പറയാൻ ആളിനെ കണ്ടിട്ട് വേണ്ടേ? അവൾ തിരിഞ്ഞ് കോഴിക്കോട് തുറക്കുന്നതിനിടയിൽ തുടർന്നു. പിന്നെ എല്ലാം അപ്പച്ചിയോട് പറഞ്ഞു. ഏട്ടൻ വീട്ടിലില്ലായിരുന്നോ? ഇല്ല. അവൾ കൂടിനുള്ളിൽ കൈയിട്ട് മുട്ടകൾ പെറുക്കി. ഇന്നലെ രാത്രിയിൽ മടങ്ങി ചെന്നില്ല പോലും. പത്മം അമ്പരുന്നു. പിന്നെ എവിടെ പോയി? തന്മയ അകത്തേക്ക് പോകാൻ ഭാവിച്ചു. കുടിച്ച് ലക്കുകെട്ടല്ലേ വന്നത്? വണ്ടിയുമായിട്ട് ഏതെങ്കിലും കൊക്കയിൽ വീണ് കാണും. അവൾ അകത്തു മറിഞ്ഞു. പത്മം ഒന്നും പറയാനാവാതെ നിന്നു. അന്ന് നേരത്തെ തന്മയ സ്കൂളിലേക്ക് പോകാൻ തയ്യാറായി. തലേന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ സങ്കോചവും മറന്നിട്ട് ഒരു പുതിയ ആത്മധൈര്യത്തിൽ ആര്യയെയും പിന്നിൽ കയറ്റി അവൾ സ്കൂട്ടർ ഓടിച്ചു പോയി. ആനക്കോട്ടപ്പാറയ്ക്ക് താഴെയുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ ചെല്ലുമ്പോൾ CI അലക്സാണ്ടർ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. തന്മയ സ്കൂട്ടർ സ്ലോ ചെയ്തു. നിർത്ത്! അവളെ തിരിച്ചറിഞ്ഞ് അയാൾ കൈ കാണിച്ചു. തന്മയ സ്കൂട്ടർ നിർത്തി. ഇന്നലെ ആ ശിവദാസൻ അവിടെ വന്നിരുന്നോ? വന്നു സാർ. എന്നിട്ട്? ഉണ്ടായതൊക്കെ തന്മയ ഏതാനും വാക്കുകളിൽ പറഞ്ഞു. വിട്ടുപോയത് ആദ്യം പൂരിപ്പിച്ചു. അലക്സാണ്ടർ സ്കൂട്ടറിൻ്റെ ഹാൻഡിലിൽ കൈവച്ചു. പിന്നെ കുട്ടിക്ക് ലൈസൻസ് എടുക്കാനുള്ള പ്രായമായിട്ടില്ലെന്ന് എനിക്കറിയാം. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് ശിക്ഷാർഹമാണെന്നറിയാമോ? ഗൗരവത്തിലായിരുന്നു ചോദ്യം. അറിയാം സാർ. അവൾ തലകുനിച്ചു. അലക്സാണ്ടർ അമർത്തി മൂളി. നീ ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്? അയാൾ ആദ്യം നോക്കി. 10th. അലക്സാണ്ടർ വീണ്ടും തന്മയെ നോക്കി. നിന്റെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് വിടുകയെ ഞാൻ. സൂക്ഷിച്ചൊക്കെ പോകണം. താങ്ക് യു സാർ. അവൾ സ്കൂട്ടർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അലക്സാണ്ടർ ജീപ്പിനരികിൽ നിന്നിരുന്ന ASI രാഹുൽ രാജിന് നേരെ തിരിഞ്ഞു. ഇന്നലെ രാത്രിയിൽ ശിവദാസൻ ഇവിടം കടന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. രാഹുൽ രാജൻ ചിന്തിച്ചു നിന്നു. ശിവദാസിനെ കാണാനില്ലെന്നും രാത്രിയിൽ അയാൾ സഹോദരിയുടെ വീട്ടിൽ പോയിരുന്നെന്നും കാണിച്ച് സുചിത്ര രാവിലെ നൽകിയ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിയതായിരുന്നു അലക്സാണ്ടർ. ശിവദാസിൻ്റെ ഓരോ നീക്കവും അറിയാൻ നിയോഗിച്ചവരും പറയുന്നുണ്ട് കാന്തല്ലൂരിൽ നിന്ന് ശിവദാസിൻ്റെ ജീപ്പ് പോന്നു എന്ന്. പിന്നീട് എവിടെ പോയി? അത് അവർക്കും അറിയില്ല. തന്മയ സ്കൂളിലെത്തി. അവളെ കണ്ട് മരച്ചുവട്ടിൽ നിന്നിരുന്ന ഒരു സംഘം കുട്ടികൾ കൂകി വിളിച്ചു. അഭിജിത്തും സംഘവും. ഒട്ടും കൂസലില്ലാതെ തന്മയ അവർക്കരികിലേക്ക് ചെന്നു. ഇത്ര കൂവാന് മാത്രം നീയൊക്കെ എന്തു കണ്ടടാ? അഭിജിത്ത് അവളെ സൂക്ഷിച്ചു നോക്കി. നിനക്ക് സുഖദേവ് സാറുമായി ഇങ്ങനെയൊരു ബന്ധം ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾ നേരത്തെ അറിഞ്ഞില്ലല്ലോടി. തന്മയ പുച്ഛിച്ചു. നീ ഒന്നും അറിയത്തില്ല അഭിജിത്തെ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ആദ്യം നീ സ്വന്തം വീട്ടുകാരുടെ കാര്യങ്ങളൊന്ന് എണ്ണി പഠിക്കേ. എന്നിട്ട് വാടാ. കവിളടക്കം ഒരടി കിട്ടിയതുപോലെ തോന്നി അഭിജിത്തിന്. ഇപ്പോൾ മറ്റു കുട്ടികൾ അവനെ കൂക്കി വിളിച്ചു. അവൻ വിളറിപ്പോയി. സ്റ്റാഫ് റൂമിൻ്റെ ജനാലയിലൂടെ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു സുഖദേവ്. തന്മയെയൊന്ന് അഭിനന്ദിക്കണമെന്ന് തോന്നി അയാൾക്ക്. പെണ്ണായാൽ ഇങ്ങനെ വേണം. പെട്ടെന്നാണ് വിജയ് ബാബു സാർ സ്റ്റാഫ് റൂമിലേക്ക് തിടുക്കത്തിൽ വന്നത്. സുഖദേവ് സാറേ, ആകെ നാണക്കേടായി. എന്താ? അയാൾ മുഖമുയർത്തി. മറയൂരിലും കോവിൽക്കടവിലുമൊക്കെ ആരോ ബീറ്റ് നോട്ടീസ് അച്ചടിച്ച് വിതറിയിരിക്കുന്നു. എന്തിൻ്റെ പേരിൽ? മറ്റുള്ളവരുടെ ശ്രദ്ധയും അയാളിലായി. വിജയ് ബാബു മറുപടി പറയാതെ ഒന്ന് പരിങ്ങി. എന്തായാലും സാർ പറഞ്ഞോ? സുഖദേവ് അനുവദിച്ചു. അത് പിന്നെ സാറും തന്മയും കൂടി ഈ സ്കൂളിൽ അനാശാസ്യമാണ് നടക്കുന്നതെന്ന്. സുഖദേവ് ചാടി എഴുന്നേറ്റു. ആരാ സാറേ നോട്ടീസ് അടിച്ചത്? അതറിയത്തില്ല. സുഖദേവ് ആകെ നീറിപ്പുകഞ്ഞു. തന്നെ ഓർത്തിട്ടല്ല, പാവം തന്മയെക്കുറിച്ച് ചിന്തിച്ചിട്ട്. ഭിത്തിയിൽ തങ്ങളുടെ പടം വരച്ചു വെച്ചവർ തന്നെയാണ് ഇതിൻ്റെയും പിന്നിലെന്ന കാര്യത്തിൽ തർക്കമില്ല. വിവരമറിഞ്ഞ ബാക്കി ടീച്ചേഴ്സ് സുഖദേവനും വിജയ് ബാബുവിനും ചുറ്റും കൂടി. അത് ചെയ്തവരെ അങ്ങനെ വിടാൻ പാടില്ല സാറേ, വിദ്യ ടീച്ചർ പറഞ്ഞു.
അതിന് ആളിനെ അറിയാതെ പറ്റത്തില്ലല്ലോ ടീച്ചറെ. സുഖദേവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ഇത്തരം പണി ചെയ്യുന്നവർ സ്വന്തം പേര് വയ്ക്കത്തില്ലല്ലോ നോട്ടീസിൽ. വിജയ് ബാബു പരിങ്ങലോടെ തിരക്കി. സാറ് തന്മയുടെ വീട്ടുകാർക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തോ? സുഖദേവ് ഒന്ന് പരിങ്ങി. ആര് പറഞ്ഞു? അങ്ങനെയും നോട്ടീസിലുണ്ട് പോലും. ഇരച്ചു പൊങ്ങിയ അന്തക്ഷോഭം സുഖദേവ് അടക്കി. സാറിൻ്റെ കയ്യിൽ നോട്ടീസുണ്ടോ? വേണ്ട, സാറത് കാണണ്ട. അത്ര മോശമായ പരാമർശങ്ങളാണ് അതിൽ. തന്മയുടെ വീട്ടിൽ താൻ പണം കൊടുത്തത് ഏതാനും പേർക്ക് അറിയാവൂ എന്ന് സുഖദേവ് ഓർത്തു. ശിവദാസിനും കുടുംബത്തിനും അറിയാം. പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് താൻ അക്കാര്യവും വെളിപ്പെടുത്തിയിരുന്നു. പത്മം ചേച്ചിയെ അവർ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ദേ നോട്ടീസ് വാട്സാപ്പിൽ വന്നിട്ടുണ്ട്. പ്രസിദ്ധ ടീച്ചർ സെൽഫോൺ ഉയർത്തിക്കാട്ടി. ഒന്ന് കാണട്ടെ. തട്ടിപ്പറിക്കും പോലെ സുഖദേവ് അത് വാങ്ങി നോക്കി. അയാൾക്ക് പെരുത്തു കയറി. എന്തൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്? ഭർത്താവില്ലാത്ത സ്ത്രീയെയും മക്കളെയും താൻ അതിനാണ് പോലും രൂപ കൊടുത്തത്. രാവിലെ തന്നെ കൊണ്ട് കുറേ കുട്ടികൾ അടക്കം പറഞ്ഞത് ഇത് കണ്ടിട്ടാണെന്ന് സുഖദേവിന് മനസ്സിലായി. CI അലക്സാണ്ടർക്ക് ഫോൺ ചെയ്ത് വിവരം പറഞ്ഞിട്ട് അയാൾ തളർച്ചയോടെ കസേരയിലിരുന്നു. ക്ലാസ് തുടങ്ങി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വല്യശ്വരൻ ധർമ്മരാജിൻ്റെ കാർ സ്കൂളിൻ്റെ ഗേറ്റ് കടന്നു വന്നു. അയാൾക്കൊപ്പം രോഷത്തോടെ PTA പ്രസിഡന്റ് കലാധരനെ ഇറങ്ങി. ആരെയും ശ്രദ്ധിക്കാതെ ഇരുവരും ഹെഡ് മിസ്ട്രസിൻ്റെ റൂമിൽ കയറി ചെന്നു. അയ്യോ സാറോ? തങ്കമണി ടീച്ചർ പെട്ടെന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എന്തൊക്കെയോ ടീച്ചറെ സ്കൂളിനെ കുറിച്ച് കേൾക്കുന്നത്. അവനെയും വിളിക്ക് സുഖദേവിനെ. ധർമ്മരാജ് ഇരുന്നു. ഡോക്ടർ കലാധരനും. തങ്കമണി ടീച്ചർ പ്യൂൺ പ്രവീണിനെ കൊണ്ട് സുഖദേവിനെ വിളിപ്പിച്ചു. നീ ഇവിടെ വരുന്നത് കുട്ടികളെ പഠിപ്പിക്കാനോ അതോ വേറെ കാര്യത്തിനോ? അയാളെ കണ്ടതും ധർമ്മരാജ് ശബ്ദമുയർത്തി. സാർ മനസ്സിലായില്ല. സുഖദേവ് പതർച്ച മറച്ചു. ഇവിടെ നടക്കുന്നതൊക്കെ നോട്ടീസായും സോഷ്യൽ മീഡിയയിലും പരന്നുകൊണ്ടിരിക്കുകയല്ലേ? ധർമ്മരാജ് പരിഹസിച്ചു. സാർ, എന്നെ നാണം കെടുത്താനുള്ള സംഘടിതമായ ശ്രമമാണിത്. സുഖദേവ് കലാധരന് നേരെ കണ്ണയച്ചു. അതിന് സാർ എന്തിനാ എന്നെ നോക്കുന്നത്? കലാധരൻ ചൂടായി. ഒരാൾക്ക് ഒരാളെ നോക്കാനും പാടില്ലേ? വേണ്ട. ധർമ്മരാജ് ഇടയ്ക്ക് കയറി. പറയുന്നതൊക്കെ എന്നോട് മതി. ഒന്നുമില്ലെങ്കിൽ പിള്ളേർ ഭിത്തിയിൽ എഴുതി വയ്ക്കുമോ? സുഖദേവ് തലവെട്ടിച്ചു. അത് പിള്ളേരാണെന്ന് നമ്മളാരും കണ്ടിട്ടില്ലല്ലോ സാർ. പിന്നെ ആരാ? അതറിയാവുന്ന ഒരാൾ ഈ സ്കൂളിൽ തന്നെയുണ്ട്. വാച്ചർ പരമേശ്വരൻ. അയാളറിയാതെ ആർക്കും ഈ കോമ്പൗണ്ടിൽ കടക്കാൻ കഴിയില്ലല്ലോ സാർ. ധർമ്മരാജും കലാധരനും ഗൂഢമായ ഒരു ചിരിയോടെ പരസ്പരം നോക്കി. അനന്തരം പരമേശ്വരനെ വിളിപ്പിച്ചു. നീ കണ്ടോ ഭിത്തിയിൽ അനാവശ്യം എഴുതി വെച്ചത് ആരാണെന്ന്? ധർമ്മരാജ് കണ്ണുരുട്ടി. അയ്യോ ഇല്ല സാർ. പരമേശ്വരൻ ആരുടെയും മുഖത്ത് നോക്കിയില്ല. അപ്പോൾ ചേട്ടൻ രാത്രിയിൽ ഉറക്കമായിരുന്നോ? ചോദിച്ചത് സുഖദേവാണ്. എന്നോട് ഇന്നലെ ചേട്ടൻ പറഞ്ഞതല്ലേ സത്യങ്ങളെല്ലാം. രാജശേഖരൻ്റെ ആളുകളാണ് രാത്രിയിൽ വന്ന് എഴുതിയതെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പരമേശ്വരൻ പരിഭ്രമിച്ചു. ദേ, നിങ്ങളെൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. സുഖദേവ് 2 അടി മുന്നോട്ട് വച്ചു. പരമേശ്വരൻ ഭയന്ന് പിന്നോട്ട് മാറി. തലേന്ന് രാത്രിയിൽ ഒരു കുപ്പി മദ്യം കോവിൽ കടവിലെ ബിവറേജ് ഷോപ്പിൽ നിന്ന് വാങ്ങി കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ പരമേശ്വരൻ സുഖദേവനോട് സത്യം പറഞ്ഞിരുന്നു. നീ പോ. പെട്ടെന്ന് ധർമ്മരാജ് വാച്ചർക്ക് നിർദ്ദേശം നൽകി. ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ വാച്ചർ പോയി. ഇനി നിനക്കെന്ത് പറയാനുണ്ട്? ധർമ്മരാജ് സുഖദേവനെ രൂക്ഷമായി നോക്കി. നിനക്ക് പോയി ഒരു വിവാഹം ചെയ്തുകൂടെ? സാർ. സുഖദേവൻ്റെ ഭാവം മാറി. ശബ്ദം വല്ലാതെ ഉയർന്നു. സാറേ. തങ്കമണി ടീച്ചർ വിലക്കിയെങ്കിലും സുഖദേവ് ശ്രദ്ധിച്ചില്ല. അയാൾ ധർമ്മരാജിനോട് പറഞ്ഞു. സാറേ ഈ സ്കൂളിൻ്റെ മാനേജറാണ്. അതിൻ്റെ ബഹുമാനം ഞാൻ തരുന്നുണ്ട്. കാലിപ്പിള്ളേരെ പറയുന്നത് പോലെ സംസ്കാരമില്ലായ്മ പറയാതെ മാനേജറുടെ അന്തസ്സ് സാറ് കാണിക്കണം. ധർമ്മരാജിൻ്റെ മുഖം കൂടുതൽ ചുവന്നു. എടാ, നീ എന്നെ മാന്യത പഠിപ്പിക്കണ്ട. എന്ത് വേണമെന്ന് എനിക്ക് ശരിക്കറിയാം. മാത്രമല്ല നിന്നെ പോലൊരുത്തനെ ഇവിടെ വെച്ചുകൊണ്ടിരുന്നത് സ്കൂളിനെ നാറ്റിക്കാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. ഹെഡ് മിസ്ട്രസ്സേ, ഇവൻ്റെ SB ഇങ്ങെടുത്തേ. ധർമ്മരാജ് നിർദ്ദേശിച്ചു. തങ്കമണി ടീച്ചർ ലോക്കറിലിരുന്ന സുഖദേവിൻ്റെ സർവീസ് ബുക്ക് എടുത്തു നൽകി. നിന്റെ ഭാവി ഇവിടെ തീരുകയാടാ. പറഞ്ഞത് ധർമ്മരാജ് സുഖദേവിൻ്റെ സർവീസ് ബുക്ക് വലിച്ചു കീറി. സാർ. സുഖദേവിൻ്റെ തൊണ്ട വരണ്ടു. തൻ്റെ ജീവിതമാണ് കീറുന്നത്. വല്യശ്വരൻ ധർമ്മരാജ് സർവീസ് ബുക്ക് കീറിയത് വീണ്ടും വീണ്ടും കീറി. പിന്നെ അത് ചുരുട്ടി വേസ്റ്റ് കൂടയിലേക്ക് എറിഞ്ഞു. ശേഷം പറഞ്ഞു. സ്കൂളിൻ്റെ അന്തസ്സിന് നിരക്കാത്ത തരത്തിൽ പ്രവർത്തിച്ചതിന് നിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യുന്നു. സുഖദേവിൻ്റെ സർവ്വ നിയന്ത്രണങ്ങളും പോയി. ഒരു കുതിപ്പിലയാൾ ധർമ്മരാജൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുയർത്തി. താനുണ്ടല്ലോ, തന്നെ ശരിക്കുള്ള കളി പഠിപ്പിക്കും ഞാൻ ആരാണെന്ന് താൻ അറിയാൻ പോകുന്നതേയുള്ളൂ. അയാൾ ധർമ്മരാജിനെ പിന്നോട്ട് തള്ളി. വീഴാതിരിക്കാൻ ധർമ്മരാജ് കസേരയിൽ പിടിമുറുക്കി. ധർമ്മരാജിന് അത് വലിയ നാണക്കേടായി. തന്നെ ആരും ഇതുവരെ അങ്ങനെ തൊട്ടിട്ടില്ല. അയാൾ അലറി. നിന്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടതാ. കൊടുങ്കാറ്റ് കണക്കെ അയാൾ പുറത്തേക്ക് പാഞ്ഞു. ഹെഡ് മിസ്ട്രസിൻ്റെ റൂമിലെ ഉച്ചത്തിലുള്ള സംസാരവും ബഹളവും കേട്ട് അധ്യാപകരും നോൺ ടീച്ചിങ് സ്റ്റാഫുമൊക്കെ റൂമിൻ്റെ വാതിൽക്കലെത്തി. പ്രിൻസിപ്പൽ അന്ന് ലീവിലായിരുന്നു. മാറടാ. ഹാഫ് ഡോർ വലിച്ചു തുറന്ന വല്യശ്വരൻ ധർമ്മരാജ് അവരോട് അലറി. അവർ ഭയന്ന് ഇരുവശത്തേക്കും മാറി. മുറിക്കുള്ളിൽ സ്തംഭിച്ച നിലയിൽ നിൽക്കുകയാണ് ഹെഡ് മിസ്ട്രസ് തങ്കമണി ടീച്ചർ. ആദ്യമേറ്റ അമ്പരപ്പിൽ നിന്നുണർന്ന് PTA പ്രസിഡന്റ് കലാധരനും പെട്ടെന്ന് എഴുന്നേറ്റു. എടോ വാദ്യരെ, നീ കളിച്ചതും കൈവച്ചതും ആരോടാണെന്ന് ശരിക്കും ഓർത്തോ? ധർമ്മരാജിൻ്റെ പിന്നാലെ അയാളും പോകാൻ ഭാവിച്ചു. പൊടുന്നനെ സുഖദേവ് കലാധരൻ്റെ വഴി തടഞ്ഞു. ഒന്നങ്ങോട്ട് വച്ച് തരട്ടെടോ തൻ്റെ കവിളത്ത്. കലാധരൻ പെട്ടെന്ന് കവിൾ പൊത്തി.
മാനേജറുടെ കാല് നക്കി നടക്കുന്ന തന്നെയൊക്കെ മറ്റുള്ളവർ പേടിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ. ഇപ്പം ചെല്ല്. തന്നെ ഇവിടെ വെച്ച് തല്ലിയിട്ട് ഞാനൊരു മാനക്കേട് വലിച്ചു വയ്ക്കുന്നില്ല. പക്ഷേ തനിക്കിട്ട് ഞാൻ തരും 3 തരം. സുദേവ് വഴിമാറി പ്രാണൻ തിരിച്ചു കിട്ടിയവൻ്റെ പാച്ചിൽ പോലെ കലാധരൻ അവിടം വിട്ടു. സാർ. തങ്കമണി ടീച്ചർ ദയനീയമായി സുഖദേവനെ നോക്കി. അയാളുടെ മുഖത്ത് പുച്ഛഭാവം. ഇത് പഴയ കാലമല്ല ടീച്ചറെ. മാനേജറുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി വിനീതദാസിയായിട്ടൊന്നും ടീച്ചർ നിൽക്കേണ്ട കാര്യമില്ല. അർഹതപ്പെട്ട ബഹുമാനം കൊടുത്താൽ മതി. റൂമിന് പുറത്ത് നിന്നിരുന്നവർ പെട്ടെന്ന് അകത്തെത്തി. ഞാൻ എന്ത് ചെയ്യണം? തങ്കമണി ടീച്ചർ നിസ്സഹായയാണ്. മാനേജർ ഒപ്പിട്ട സസ്പെൻഷൻ ഓർഡർ കിട്ടുന്നതുവരെ ഞാനിവിടുത്തെ അധ്യാപകനാണല്ലോ ടീച്ചർ. ടീച്ചറുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ഞാൻ നിയമത്തിൻ്റെ വഴി തേടും. മാനേജർ കീറിക്കളഞ്ഞത് എൻ്റെ അന്നമ്മ. അയാൾക്ക് അതിനുള്ള അധികാരമില്ല. അയാൾ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് മാത്രം ടീച്ചർ പറഞ്ഞേക്കരുത്. കാരണം നടന്നതെല്ലാം കൃത്യമായി ഞാൻ പകർത്തിയിട്ടുണ്ട്. സുഖദേവ് തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ ഹാളിൽ പിടിപ്പിച്ചിരുന്ന സ്പൈ ക്യാമറ കാണിച്ചു. അതോടെ തങ്കമണി ടീച്ചർ കൂടുതൽ വിളറി. മാനേജർക്കെതിരെ മൊഴി കൊടുക്കാനും കൊടുക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥ. തന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന മറ്റുള്ളവരെ നോക്കി സുഖദേവ് കണ്ണിറക്കി. ഇതൊക്കെ ഒരനുഭവമല്ലേ? ഒന്നും സംഭവിക്കാത്തതുപോലെ അയാൾ മുറിയിൽ നിന്ന് ഇറങ്ങി. വൈകിട്ട് വരെ സ്കൂളിലിരുന്നു. അതിനിടെ NCC വിദ്യാർത്ഥികൾ സുഖദേവിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരത്തിനൊരുങ്ങി. പക്ഷേ സുഖദേവ് അവരെ പിന്തിരിപ്പിച്ചു. പാടില്ല. എനിക്ക് വേണ്ടി നിങ്ങൾ സമരം ചെയ്താൽ അത് എൻ്റെ പ്രേരണ മൂലമാണെന്ന് എല്ലാവരും പറയും. അർദ്ധ മനസ്സോടെ കുട്ടികൾ തങ്ങളുടെ തീരുമാനം മാറ്റി. വൈകിട്ട് സ്കൂൾ വിടുന്നതിന് തൊട്ട് മുമ്പ് വല്യശ്വരൻ ധർമ്മരാജ് സുഖദേവിനുള്ള സസ്പെൻഷൻ ഓർഡർ കൊടുത്തുവിട്ടു. അത് കൈപ്പറ്റുമ്പോൾ അയാൾ തങ്കമണി ടീച്ചറോട് പറഞ്ഞു. ഇത് നിയമവിരുദ്ധമാണ് ടീച്ചർ. ആദ്യം എനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് തരണം. എൻ്റെ ഭാഗം കേൾക്കണം. അതൊന്നും ഉണ്ടായിട്ടില്ല. ഇക്കാര്യങ്ങളൊക്കെ കോടതിയിൽ എനിക്ക് അനുകൂല ഘടകങ്ങളാവും. സുഖദേവിനെ സസ്പെൻഡ് ചെയ്ത വാർത്ത സ്കൂൾ മുഴുവൻ അറിഞ്ഞു. അധ്യാപകർ അയാൾക്ക് ചുറ്റും കൂടി. സംഭവം അറിഞ്ഞപ്പോൾ തന്മയ്ക്കും ആദിക്കും പ്രയാസമായി. അയാൾ ബൈക്കിൽ കയറാൻ നേരത്തെ ഇരുവരും അടുത്തു ചെന്നു. സാറേ. തന്മയെ സങ്കടത്തോടെ വിളിച്ചു. സുഖദേവ് ചിരിച്ചു. ഒന്നുമില്ലെന്നേ. നിങ്ങൾ രണ്ടാളും ധൈര്യം കൈവിടാതിരുന്നാൽ മതി. മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. തെറ്റ് ചെയ്യാത്തവർക്ക് അതിൽ കുണ്ഠിതപ്പെടേണ്ട കാര്യമില്ല. തന്മയെ തലയാട്ടി. ഒരുത്തൻ്റെ മുമ്പിൽ താൻ പതറത്തില്ല. ഞാൻ പതറത്തില്ല സാറേ. മതി, അത് മതി. പിന്നെ ശിവദാസൻ അങ്കിളുടെ കാര്യം അറിഞ്ഞോ? ചോദിച്ചത് ആദ്യമാണ്. അറിഞ്ഞു. സിയ എന്നോട് പറഞ്ഞു. അതിനു പിന്നിലും ഒരു ചതി നടന്നിട്ടുണ്ട്. അയാൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. എവിടെയോ ഒളിവിൽ കഴിയുകയാവും അയാൾ, ഏതോ ലക്ഷ്യത്തിന്. കുട്ടികൾ മിണ്ടാതെ നിന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്ന് അയാൾ മടങ്ങിപ്പോയതിന് രേഖയുണ്ട്. ഏതായാലും ഈ സമയത്ത് CI അലക്സാണ്ടർ ഇവിടെയുള്ളത് നന്നായി. നിങ്ങൾ പോയിക്കോ. അവരെ പറഞ്ഞയച്ചിട്ട് സുഖദേവ് ബൈക്ക് വിട്ടു. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്. അലക്സാണ്ടർ കാത്തിരിക്കുകയായിരുന്നു. വിശേഷങ്ങളൊക്കെ സുഖദേവ് അയാളോട് പറഞ്ഞു. എല്ലാം ശ്രദ്ധയോടെ കേട്ട ശേഷം അലക്സാണ്ടർ സംസാരിച്ചു. നിന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ്. നാളെ സെക്കൻഡ് സാറ്റർഡേ അല്ലേ? കളി ഞാൻ കാണിക്കാം. നിനക്ക് ചെയ്യാൻ വേറെയും ചില കാര്യങ്ങളുണ്ട്. അലക്സാണ്ടർ പുറത്താരും കേൾക്കാതെ ശബ്ദം താഴ്ത്തി ചില കാര്യങ്ങൾ പറഞ്ഞു. സുഖദേവ് സമ്മതിച്ചു. രാത്രി വട്ടവടയിലുള്ള ധർമ്മരാജൻ്റെ ഫാം ഹൗസ്. അവിടെ അവർ ഒത്തുകൂടി. ധർമ്മരാജ്, ഡോക്ടർ കലാധരൻ, തോട്ടൻ രാജൻ, പിന്നെ മറ്റൊരാൾ കൂടി, ടിപ്പർ ഡ്രൈവർ ശിവലിംഗം. ഒറ്റ നോട്ടത്തിൽ തന്നെ പേടിപ്പിക്കുന്ന ഒരു രൂപമാണ് ശിവലിംഗത്തിൻ്റേത്. ഇരുട്ടിൻ്റെ കറുപ്പ്. പകുതി മലയാളിയും പകുതി തമിഴനും. ധർമ്മരാജിൻ്റെ ടിപ്പർ ലോറികളുടെ മേൽനോട്ടം മാത്രമല്ല അയാൾക്ക്. ധർമ്മരാജിന് ആരെങ്കിലും ഒതുക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നതും അയാളാണ്. രാവിലെ സ്കൂളിൽ വെച്ചുണ്ടായ നാണക്കേടിൻ്റെ അന്തക്ഷോഭം മാറിയിരുന്നില്ല ധർമ്മരാജിന്. അയാൾ തന്നെ ഒരു ഗ്ലാസ് നിറയെ മദ്യം പകർന്ന് ശിവലിംഗത്തിന് നൽകി. ഒരു തുള്ളി വെള്ളം ചേർക്കാതെ ശിവലിംഗം ഒറ്റ വലിക്കത് കുടിച്ചു. പിന്നെ ഇടം കൈകൊണ്ട് ചുണ്ടു തുറച്ചു. ശിവ. എല്ലാം നോക്കിയിരുന്ന് ധർമ്മരാജ് വിളിച്ചു. പറഞ്ഞോ സാറേ. ഞാനും ചിലതൊക്കെ കേട്ടു. അവനെ കൊല്ലണോ കയ്യും കാലും വെട്ടണോ? ഇത് രണ്ടും വേണ്ട. ഒഴിച്ചുവെച്ച മദ്യത്തിൻ്റെ പകുതിയോളം ധർമ്മരാജും കുടിച്ചു. കശുവണ്ടി റോസ്റ്റ് എടുത്ത് വായിലിട്ട് ചവച്ചു. അവനെ തല്ലണം. തല്ലിച്ചതയ്ക്കണം. ഇഞ്ച ചതയ്ക്കും പോലെ. അത് പക്ഷേ ഇവിടെ കൊണ്ടുവന്നിട്ട് മതി. എൻ്റെ കൺമുമ്പിൽ വെച്ച്. ഇവിടെ കിടന്ന് അവൻ നിലവിളിച്ചാൽ ഒരുത്തനും വരത്തില്ല. അത് ശരിയാണ്. ഫാം ഹൗസിന് ചുറ്റുമുള്ള 5 ഏക്കർ ഭൂമി ആപ്പിളും ഓറഞ്ചും ടൊമാറ്റോയും മുസമ്പിയും സ്ട്രോബെറിയും വൈറ്റ് സപ്പോട്ടയും അടക്കം പഴച്ചെടികൾ നിറഞ്ഞതാണ്. അതിനു ചുറ്റും 6 അടി ഉയരത്തിൽ കമ്പിവേലി. ഒരേയൊരു ഗേറ്റ്. അവിടെ സദാ വാച്ചറുമുണ്ട്. അതിനാൽ ഈ ഫാം ഹൗസിൽ എന്ത് നടന്നാലും ആരും അറിയില്ല. അറിഞ്ഞാൽ തന്നെ തിരിഞ്ഞു നോക്കത്തുമില്ല. എങ്കിൽ ഞാൻ പോട്ടെ സാറേ. ശിവലിംഗം തിരിഞ്ഞു. അപ്പോൾ തോട്ടൻ രാജൻ ഓർമ്മപ്പെടുത്തി. ഒറ്റയടിക്ക് അവൻ ചോര തുപ്പണം. മലമൂത്ര വിസർജനം നടത്തണം. ഇനിയൊരിക്കലും ആരുടെയും മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കരുത്. ശിവലിംഗം ബലിഷ്ഠമായ തൻ്റെ കൈകളൊന്ന് വീശിക്കുടഞ്ഞു. നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോ സാറുമാരെ. രാത്രി 12 മണിക്ക് മുമ്പ് അവനെ ഞാൻ ഇവിടെ എത്തിച്ചിരിക്കും. ശിവലിംഗം അവിടെ നിന്നിറങ്ങി. ഫാം ഹൗസിന് മുന്നിൽ കിടന്നിരുന്ന ടിപ്പർ സ്റ്റാർട്ടാക്കി. തീക്കണ്ണകൾ എരിച്ചുകൊണ്ട് മഞ്ഞിനിടയിലൂടെ അത് പാഞ്ഞുപോയി. ശിവലിംഗം പറഞ്ഞാൽ പറഞ്ഞതാ. ഇന്ന് നമ്മളിവിടെ ഉറങ്ങാതിരിക്കും. അതിനുവേണ്ട സന്നാഹങ്ങളൊക്കെ ഇങ്ങെത്തും. അപ്പോഴേക്കും ഞാൻ വീട്ടിലൊന്ന് പോയിട്ട് വരാം. എന്താ? ധർമ്മരാജ് ഗ്ലാസ്സിൽ ബാക്കി ഇരുന്നത് കൂടി കുടിച്ചു.
ഒക്കെ സാറിൻ്റെ ഇഷ്ടം. ഇരുവരും സമ്മതിച്ചു. തടിച്ച ശരീരവുമായി ധർമ്മരാജ് ഹമ്മർ ജീപ്പിൽ കയറി പാഞ്ഞു പോയി. ആ പത്മത്തിന് ഇപ്പോഴും എന്താ സൗന്ദര്യം അല്ലേ? ക്ലാസ്സിലേക്ക് മദ്യം പകരുന്നതിനിടയിൽ തോട്ടൻ രാജൻ കലാധരനെ നോക്കി. ഞാനും അത് പറയാൻ ഭാവിക്കുകയായിരുന്നു. പ്രഭാകരനോ പോയി ആ പാവത്തിനെ ഒന്ന് സഹായിക്കണ്ടേ? അവൾക്കിത്തിരി അഹങ്കാരം കൂടുതലുണ്ട് എന്നല്ലാതെ വേറെ കുറവൊന്നുമില്ല. അതും പറഞ്ഞ് കലാധരൻ പൊട്ടിച്ചിരിച്ചു. അവൾ വരും ഡോക്ടറെ, നമ്മുടെ കാല് പിടിക്കാൻ. കോഓപ്പറേറ്റീവ് ബാങ്ക് തെരഞ്ഞെടുപ്പല്ലേ വരുന്നത്. ഇത്തവണ നമ്മൾ അധികാരം പിടിക്കും. പിന്നെ ആദ്യം ചെയ്യുന്നത് അവളുടെ ഭൂമി ലേലമായിരിക്കും. അതറിയുമ്പോൾ അവൾ വരും. നമ്മൾ ചോദിക്കാതെ തന്നെ എന്തിനും സമ്മതിക്കും. ഒറ്റക്കൈയും പ്രഭാകരൻ അവളെ വെറുതെ മെനക്കെടുത്തുകയല്ലായിരുന്നോ? ഇരുവരും പൊട്ടിച്ചിരിച്ചു. 15 മിനിറ്റ് കഴിഞ്ഞു. ഒരു പഴയ ജീപ്പ് ഫാം ഹൗസിന് മുമ്പിലെത്തി. അങ്ങോട്ട് ഇറങ്ങി ചെല്ലടി, ഡ്രൈവർ നിർദ്ദേശിച്ചു. ജീപ്പിന് പിന്നിൽ നിന്ന് എന്തോ പറഞ്ഞു ചിരിച്ചുകൊണ്ട് 2 പെൺകുട്ടികൾ ഇറങ്ങി. യാതൊരു മടിയും കൂടാതെ അവർ കലാധരൻ്റെയും തോട്ടൻ രാജിൻ്റെയും മുമ്പിൽ ചെന്നു. രാജിന് അവരെ മനസ്സിലായി. ചിന്നാറുകാരായ തമിഴ് പെൺകുട്ടികളാണ്. നേരിയ കറുപ്പും ഒതുക്കവുമുള്ള മേനിയും. ഇരുവരും കനകാംബരപ്പൂവ് ചൂടിയിരുന്നു. നിനക്കൊക്കെ പ്രായപൂർത്തിയായതാണോടി? തോട്ടൻ രാജൻ ഇരുവരെയും മാറി മാറി നോക്കി. നിൻ്റെയൊക്കെ പേരെന്താ? ഞാൻ മീനാക്ഷി, ഇവൾ ലക്ഷ്മി. കൊള്ളാം, ദൈവങ്ങളുടെ പേര് തന്നെ വേണം നിനക്കൊക്കെ. പറഞ്ഞതും തോട്ടൻ രാജൻ മീനാക്ഷിയെ വലിച്ച് തൻ്റെ മടിയിലേക്കിട്ടു. നിനക്ക് മദ്യം വേണോടി? അവൾ ഈണത്തിൽ മൂളി. ഈ സമയം ശിവലിംഗത്തിൻ്റെ ടിപ്പർ ലോറി മണ്ണാരപ്പെട്ടി എന്ന മറയൂർ ബസ് സ്റ്റാൻഡ് പിന്നിട്ടു. പിന്നെ വില്ലേജ് ഓഫീസിനടുത്ത് നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് മറയൂർ ചന്ദന ഡിവിഷൻ ഓഫീസും വയർലെസ് സ്റ്റേഷനും പിന്നിട്ട് മുന്നോട്ട് പാഞ്ഞു. 9 മണി കഴിഞ്ഞതിനാൽ റോഡിൽ അധികം തിരക്കില്ല. വഴിവാണിപ്പക്കാർ തങ്ങളുടെ സാധനങ്ങൾക്ക് മുകളിൽ പ്ലാസ്റ്റിക് ചാക്ക് വിരിച്ച് കയർ കൊണ്ട് കെട്ടിവയ്ക്കുകയാണ്. ലോറി കയറ്റം കയറി തുടങ്ങി. 1 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ മറയൂർ ഗ്രാമം എന്ന ആദിവാസി കോളനിക്ക് അടുത്തെത്തി. അതിന് തൊട്ടു മുമ്പായിരുന്നു സുഖദേവൻ്റെ വീട്. പരന്ന പാറയിൽ കയറ്റി ശിവലിംഗം ലോറി നിർത്തി. പിന്നെ ഡോർ തുറന്ന് പാറയിലേക്ക് ചാടി. ധരിച്ചിരുന്ന ഇറുകിയ ടീഷർട്ടിൻ്റെ കഴുത്ത് ഒന്ന് ഇളക്കിയിട്ടുകൊണ്ട് അയാൾ സുഖദേവൻ്റെ വീട്ടുമുറ്റത്തേക്ക് ചെന്നു. ബുള്ളറ്റ് ബൈക്ക് അവിടെ ഇരിപ്പുണ്ട്. വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു. ഒറ്റ ചവിട്ടിന് അയാൾ ബൈക്ക് മറിച്ചു. അത് പാറപ്പുറത്തേക്ക് വീഴുന്ന ഒച്ച കേട്ട് ആദ്യം ഓടിയെത്തിയത് ദീപ്തിയാണ്, സുഖദേവൻ്റെ പെങ്ങൾ. അവൾ പെട്ടെന്ന് ഒരടി പിന്നിലേക്ക് മാറി. വാതിലിൻ്റെ ഇരുപടികളിലും കൈപ്പത്തികൾ അമർത്തി. ചുമന്നുരുണ്ട കണ്ണുള്ള ഒരാൾ തല അകത്തേക്ക് നീട്ടി നിൽക്കുന്നു. ആരാ? പേടിയോടെ ദീപ്തി തിരക്കി. നിന്റെ തന്ത, വിളിക്കടി അവനെ, സുഖദേവനെ. അയാൾ ശബ്ദമുയർത്തി. സുഖദേവ് ഭക്ഷണം കഴിക്കുകയായിരുന്നു. പാത്രത്തിലേക്ക് കൈ കുടഞ്ഞുകൊണ്ട് അയാൾ ചാടി എഴുന്നേറ്റു. അപ്പോൾ ദീപ്തിയുടെ നിലവിളി കേട്ടു. അമ്മ സതിയും സുഖദേവും ഒന്നിച്ച് വെളിയിലേക്ക് പാഞ്ഞു. മോളെ! 4 ചൂട് വച്ചപ്പോഴേക്കും അവർ നിന്നു. മുമ്പിൽ ദീപ്തിയുടെ മുടിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ശിവലിംഗം. ഒറ്റ നോട്ടത്തിൽ സുഖദേവനെ ആളെ മനസ്സിലായി. ധർമ്മരാജിൻ്റെ ഗുണ്ട. ഒരിക്കൽ കോവിൽ കടവിൽ വെച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലൂടെ അമിത വേഗത്തിൽ ടിപ്പർ ഓടിച്ച് അപകടമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ താനുമായി ഒന്നിടഞ്ഞതാണ്. ആഹാ, സാറിവിടെ ഉണ്ടായിരുന്നോ? ശിവലിംഗം പരിഹസിച്ചു. വിടടാ അവളെ, സുഖദേവ് കൈ ചൂണ്ടി. എനിക്ക് വേണ്ടത് ഇവളെയല്ലോ. ശിവലിംഗം പിടിവിട്ടു. ദീപ്തി ഓടി ഏട്ടൻ്റെ പിന്നിലേക്ക് മാറി അമ്മയെ പിടിച്ചു നിന്നു. അവളുടെ ഉടൽ വിറയ്ക്കുന്നത് സതി അറിഞ്ഞു. ശിവലിംഗത്തിൻ്റെ ആഗമനോദ്ദേശം അപ്പോഴേ സുഖദേവന് മനസ്സിലായിരുന്നു. വന്യീശ്വരം ധർമ്മരാജിന് വേണ്ടി പകവീട്ടാൻ വന്നതാണിവൻ. എങ്കിലും തിരക്കി. നിനക്ക് എന്ത് വേണം? നിന്നെ. അയാൾ മുഖം കൊണ്ട് ആംഗ്യം കാണിച്ചു. ഓ, എങ്കിൽ ഞാൻ കൈയൊന്ന് കഴുകിയിട്ട് പോരെ? ഭയന്നോടി പോകത്തൊന്നുമില്ല. ശിവലിംഗം ഉറക്കെ ചിരിച്ചു. അല്ലെങ്കിൽ തന്നെ നീ എവിടെ വരെ ഓടാൻ? ഇനി ഓടിയാൽ തന്നെ നിന്റെ അമ്മയും പെങ്ങളും ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരു ബുദ്ധിമോശം നീ കാണിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഖദേവ് പിൻവാങ്ങി. ഭയത്തോടെ അയാളെ നോക്കി. സതിയും ദീപ്തിയും. സുഖദേവ് ഒന്ന് കണ്ണിറക്കി. പിന്നെ ഷർട്ടിടാനായി തൻ്റെ മുറിയിലേക്ക് പോയി. വേഗത്തിൽ മടങ്ങിയെത്തുകയും ചെയ്തു. ഇങ്ങനെ തന്നെ എന്നെ കൊണ്ടുപോവുകയാണോ അതോ കൈയും കാലും തല്ലി ഓടിച്ചിട്ടോ? ആ ചോദ്യം ശിവലിംഗത്തെ അമ്പരിപ്പിച്ചു. സുഖദേവന് ഒട്ടും ഭയമില്ല. അതിനെന്തോ കാരണമുണ്ട്, അയാൾക്കുറപ്പായി. നീ സ്വയം വരാൻ തയ്യാറായതിനാൽ തല്ലിച്ചതയ്ക്കുന്നില്ല. അതിനാണ് വന്നതെങ്കിലും, ശിവലിംഗം പറഞ്ഞു. നല്ലത്. സുഖദേവ് അമ്മയ്ക്ക് അഞ്ചത്തിക്ക് നേരെ തിരിഞ്ഞു. നിങ്ങൾ വാതിലടച്ച് കിടന്നോ? ഞാൻ സ്കൂൾ മാനേജറെ ഒന്ന് കണ്ടിട്ട് വരാം. എപ്പം വരുമെന്നോ ഏത് രൂപത്തിൽ വരുമെന്നോ മാത്രം അറിയില്ല. ഇപ്പോഴും ശിവലിംഗത്തിന് അമ്പരപ്പ്. ഇയാൾക്കെന്താ ഭയമില്ലാത്തത്? പോകാം. സുഖദേവ് തന്നെ ആദ്യം ടിപ്പറിൻ്റെ ഡോർ തുറന്ന് ഡ്രൈവർ സീറ്റിൻ്റെ ഇടതുഭാഗത്ത് കയറിയിരുന്നു. കയറി വാശാനെ. ഒന്ന് ശങ്കിച്ച് നിന്നിട്ട് ശിവലിംഗവും കയറി. നമ്മൾ പോകുന്നത് ഫാം ഹൗസിലേക്കാണോ അതോ മാനേജറുടെ വീട്ടിലേക്കോ? ഇനി ക്ഷമിക്കാൻ കഴിയുമായിരുന്നില്ല ശിവലിംഗത്തിന്. മിണ്ടാതിരിക്കണം നായൻ്റെ മോനെ, അയാൾ ഒച്ച വെച്ചു. ഓ, നിർത്തി. എന്നാൽ ഒറ്റ ചോദ്യം കൂടി. ഞാൻ ഒരു അധ്യാപകനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ആ തോട്ടൻ രാജനും കലാധരനുമൊക്കെ അവിടെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? എന്നെ പുഴുങ്ങി തിന്നാൻ. ഒരു പുഴുത്ത തെറി പറഞ്ഞുകൊണ്ട് ശിവലിംഗം ടിപ്പർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് തിരിച്ചു. ശേഷം അതിവേഗം പാറപ്പുറത്തുകൂടി പിന്നോട്ട്. പാറയുടെ വിളുമ്പിലാണ് അതിൻ്റെ പിൻചക്രങ്ങൾ നിന്നത്. അതിപ്പോൾ അഗാധമായ താഴ്വരയിലേക്ക് പോകുമെന്ന് സുഖദേവിന് തോന്നി. പക്ഷേ 1 ഇഞ്ച് പിന്നോട്ട് അനങ്ങാതെ ശിവലിംഗം ടിപ്പർ വീണ്ടും മുന്നോട്ടെടുത്തു. നിങ്ങൾ അപാര ഡ്രൈവർ തന്നെ.
സുഖദേവ് അയാളെ അഭിനന്ദിച്ചു. ശിവലിംഗം രോഷം കടിച്ചമർത്തി. വാതിൽക്കൽ വന്ന് സതിയും ദീപ്തിയും ഭയത്തോടെ നോക്കി നിന്നു. മിന്നൽ പോലെ ലോറി കുന്നിറങ്ങി. മണ്ണാരപ്പെട്ടി ലോറിക്ക് മെയിൻ റോഡിലേക്ക് കടക്കാനായില്ല. കാരണം ചന്ദന ഡിവിഷൻ ഓഫീസിന് മുമ്പിൽ ആ റോഡിന് കുറുകെ ഒരു പോലീസ് ജീപ്പ് കിടപ്പുണ്ടായിരുന്നു. അതിൽ ചാരി CI അലക്സാണ്ട്രോ. ടോറസ് ലോറി നിർത്തി ശിവലിംഗം. അയാളുടെ കണ്ണുകൾ വല്ലാതെ ചുരുങ്ങി. മുന്നിൽ റോഡിനു കുറുകെ നിർത്തിയിരിക്കുന്ന ജീപ്പിൽ ചാരി നിൽക്കുന്ന CI അലക്സാണ്ട്രയെയും തൻ്റെ അരികിലിരിക്കുന്ന സുഖദേവിനെയും അയാൾ മാറി മാറി നോക്കി. സുഖദേവിനെ പ്രത്യേകിച്ച് ഭാവമൊന്നും കണ്ടില്ല. ജീപ്പിന് ഇരുവശത്തും കൂടിയും കഷ്ടിച്ച് ഒരു ഓട്ടോയ്ക്ക് പോകാനുള്ള സ്ഥലമുണ്ട്. ആ ഭാഗത്തെ മതിൽ കെട്ടുകളാണ്. ശിവലിംഗം ഹെഡ്ലൈറ്റ് ഡിം ചെയ്തു. ആ ജീപ്പ് മാറ്റാതെ നമുക്ക് പോകാൻ കഴിയില്ല അല്ലേ ശിവലിംഗം? നമ്മൾ താമസിച്ചാൽ മാനേജർ സാറ് അസ്വസ്ഥനാകുമല്ലോ. സുഖദേവ് നിരാശ ഭാവിച്ചു. തന്നെ പരിഹസിക്കുകയാണെന്ന് മനസ്സിലായി ശിവലിംഗത്തിന്. അയാൾ രോഷം കടിച്ചമർത്തി. മിണ്ടാതിരുന്നോ, അല്ലെങ്കിൽ താനിപ്പം വാങ്ങിക്കും. അപ്പോൾ പോലീസ് ഇടപെടില്ലേ? ശിവലിംഗം മിണ്ടിയില്ല. അലക്സാണ്ടർ മെല്ലെ ലോറിയുടെ ഡ്രൈവിംഗ് സീറ്റിന് താഴെ എത്തി. എന്താടാ, രാത്രിയിൽ ആരെ കൊല്ലാൻ പോവുകയാ ഇത്ര വേഗത്തിൽ? കെയിൻ കൊണ്ട് അയാൾ ഡോറിൽ മുട്ടി. ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ, ചോദിക്കട്ടെ. സുഖദേവ് ഭയം കൂടാതെ തൻ്റെ ഒപ്പം പോകുന്നതിൻ്റെ രഹസ്യം ഇപ്പോൾ ശിവലിംഗത്തിന് മനസ്സിലായി. പക്ഷേ ഇത്ര വേഗം CI എങ്ങനെ ഇവിടെ എത്തിയെന്ന് മാത്രം മനസ്സിലായില്ല. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് അലക്സാണ്ടർക്ക് സംശയമുണ്ടായിരുന്നു. അതിനാൽ വൈകിട്ട് സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ചപ്പോൾ അയാൾ സുഖദേവനോട് നിർദ്ദേശിച്ചിരുന്നു, എന്ത് സംഭവിച്ചാലും തനിക്ക് മെസ്സേജ് അയക്കണമെന്ന്. ശിവലിംഗത്തിൻ്റെ ഒപ്പം പോരാൻ ഷർട്ടിടാനായി മുറിയിൽ കയറിയ നേരത്താണ് സുഖദേവ് അക്കാര്യം ഭംഗിയായി നിർവഹിച്ചത്. യാതൊരു ഭാവമാറ്റവും മുഖത്ത് പ്രകടിപ്പിക്കാതെ ശിവലിംഗം ലോറിയിൽ നിന്നിറങ്ങി. വേറെ ആരാടാ ലോറിയിൽ? നിന്റെ കൂട്ടാളിയാണോ? CI അകത്തേക്ക് എത്തി നോക്കി. ഞാനാ സാറേ. ശിവലിംഗം മറുപടി നൽകും മുമ്പ് സുഖദേവ് തലനീട്ടി. ആ സാറോ, എങ്ങോട്ടാ രാത്രിയിൽ? അലക്സാണ്ടർ അത്ഭുതപ്പെട്ടു. എന്നെ ഇയാൾ ഞങ്ങളുടെ സ്കൂൾ മാനേജറുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാ. എന്തിന്? അതറിയത്തില്ല. അലക്സാണ്ടർ ശിവലിംഗത്തിന് നേരെ തിരിഞ്ഞു. എന്തിനാടാ? ഉത്തരമില്ല ശിവലിംഗത്തിന്. സാറിങ് ഇറങ്ങിപ്പോരെ, അലക്സാണ്ടർ നിർദ്ദേശിച്ചു. സുഖദേവ് ലോറിയിൽ നിന്നിറങ്ങി. ജീപ്പിന്റെ മറുഭാഗത്ത് നിന്ന് ബോണറ്റിനെ ചുറ്റി ASI രാഹുൽ രാജും ഹെഡ് കോൺസ്റ്റബിൾ വിജയനും ലോറിക്ക് മുന്നിലേക്ക് വന്നു. ഇയാളെ നിങ്ങൾ അറിയുമോ? വലിയ പുള്ളിയാ, വല്യശ്വരൻ ധർമ്മരാജിന്റെ വലം കൈ. രാത്രിയിൽ വണ്ടി ഓടിച്ച് വല്ല അപകടത്തിൽ ചെന്ന് ചാടിയാൽ ധർമ്മരാജ് സാറ് നമ്മളെ പഴിക്കും. അതുകൊണ്ട് ജീപ്പിലേക്ക് കയറ്റിക്കോ. അലക്സാണ്ടർ കണ്ണുകൊണ്ട് ഒരു സിഗ്നൽ നൽകി. ആ വഴിയിലൂടെ വന്ന ചില ഓട്ടോക്കാരും ബൈക്കുകാരും വാഹനങ്ങൾ നിർത്തി ശ്രദ്ധിക്കാൻ തുടങ്ങി. ലോറിക്ക് മുകളിൽ വല്യശ്വരം എന്ന് കണ്ടതോടെ എന്താണ് കാര്യമെന്നറിയാൻ അവർക്ക് താല്പര്യമായി. വാടാ, രാഹുൽ രാജ് ശിവലിംഗത്തിൻ്റെ കയ്യിൽ പിടിച്ചു. എന്നാൽ അയാൾ പാറ പോലെ ഉറച്ചു നിന്നു. ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നെ? ഫാ. അലക്സാണ്ടർ കൈവലിച്ച് ഒന്ന് കൊടുത്തു. ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറി സ്ത്രീകളെ അപമാനിക്കുകയും ഒരാളെ ബലമായി കടത്തിക്കൊണ്ടുവരികയും ചെയ്തത് ഒന്നുമല്ലടാ. അലക്സാണ്ടർ ശിവലിംഗത്തിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. പറ, എവിടെയുണ്ട് ധർമ്മരാജും മറ്റും? ഫാം ഹൗസിൽ. ശിവലിംഗത്തിൻ്റെ നാവനങ്ങി. CI അയാളെ ജീപ്പിന് നേർക്ക് തള്ളി. വിജയ, ഈ ലോറി കൂടി കൊണ്ടുപോയി സ്റ്റേഷൻ്റെ മുറ്റത്തിര്. തിരിച്ചു കൊടുക്കുന്നത് പിന്നെ മതി. സാർ. അയാൾ ടോറസിൽ കയറി. ജീപ്പ് മുമ്പിലും ടോറസ് പിന്നിലുമായി പോയി. CI അപ്പോൾ തന്നെ ഹൈറേഞ്ച് കേബിൾ വിഷൻ ഉടമ ചന്ദ്രശേഖരെയും മറയൂരെ ഒരു റിപ്പോർട്ടറെയും വിളിച്ചു. അവർ മണ്ണാരപ്പെട്ടിക്ക് വരാൻ നിർദ്ദേശിച്ചു. കോവിൽ കടവിലെ ഓഫീസിൽ നിന്ന് അവർ 5 മിനിറ്റിനുള്ളിലെത്തി. 2 ബൈക്കുകളിലായി. പോലീസ് ജീപ്പ് തിരികെ വന്നു. സാറും കയറിക്കോ, ചിരിച്ചുകൊണ്ട് സുഖദേവനോട് പറഞ്ഞിട്ട് അലക്സാണ്ടറും ജീപ്പിൽ കയറി. ASI രാഹുൽ രാജാണ് ജീപ്പ് ഓടിച്ചത്. ജീപ്പിന് പിന്നാലെ കാര്യമറിയാതെ കേബിൾ വിഷൻകാരും റിപ്പോർട്ടറും പോയി. വട്ടവട വല്യശ്വരൻ ധർമ്മരാജിൻ്റെ ഫാമിൻ്റെ ഗേറ്റിൽ അവൻ നിന്നു. പോലീസ് ജീപ്പ് കണ്ട് അയാളൊന്ന് പരുങ്ങി. തുറക്കട ഗേറ്റ്, അലക്സാണ്ടർ ശബ്ദമുയർത്തി. ഒന്ന് മടിച്ചു നിന്നിട്ട് അയാൾ ഗേറ്റ് തുറന്നു. അലക്സാണ്ടർ അയാളെ ജീപ്പിനരിയിലേക്ക് വിളിച്ചു. നിന്റെ കയ്യിൽ മൊബൈലുണ്ടോ? ഉണ്ട് സാർ. ഇങ്ങതാ. വാച്ചർ അതെടുത്തു കൊടുത്തു. തിരിച്ചു വരുമ്പോൾ തരാം, നീ ഇവിടെ തന്നെ കാണണം, പറഞ്ഞത് ജീപ്പ് മുന്നോട്ട് നീങ്ങി. വാച്ചർ സ്തംഭിച്ചു നിന്നു. പോലീസ് വന്ന കാര്യം ധർമ്മരാജ് സാറിനെയോ ഫാം ഹൗസിലുള്ളവരെയോ അറിയിക്കാൻ വേറെ മാർഗമില്ല. ഫാം ഹൗസിന് മുന്നിൽ വാഹനങ്ങൾ നിന്നു. അതിൽ നിന്ന് ഇറങ്ങുമ്പോഴേ CI മീഡിയക്കാർക്ക് നിർദ്ദേശം നൽകി. ഒന്നും വിട്ടുപോകാതെ ക്യാമറയിൽ പകർത്തിക്കോണം. ശരി സാർ, ചന്ദ്രശേഖരൻ തലയാട്ടി. ഫാം ഹൗസിൻ്റെ വാതിൽ ചാരിയിരുന്നതേയുള്ളൂ. സുഖദേവ് അത് തള്ളി തുറന്നു. അകത്തെ മുറിയിൽ മദ്യക്കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളും കണ്ടു. നല്ലൊരു ആഘോഷം കഴിഞ്ഞ ലക്ഷണമുണ്ട്. CI അമർത്തി മൂളി. അപ്പോൾ അടച്ചിട്ടിരുന്ന 2 മുറികൾ കൂടി കണ്ടു. അവയ്ക്കുള്ളിൽ കലാധരനും തോട്ടൻ രാജനും സ്ത്രീകളുമുണ്ട്. പുറത്ത് വാഹനമൊന്നും നിൽക്കുന്ന ശബ്ദം കേട്ടെങ്കിലും അത് ധർമ്മരാജനാണെന്നേ അവർ കരുതിയുള്ളൂ. പെട്ടെന്നാണ് വാതിലിൻ്റെ ഹാൻഡിൽ തിരിഞ്ഞതും അത് തുറക്കപ്പെട്ടതും. അതിനുള്ളിൽ തോട്ടൻ രാജനും മീനാക്ഷിയുമായിരുന്നു. മദ്യഗന്ധം തിങ്ങിയ മുറി. അകത്തേക്ക് ക്യാമറകളുടെ വെളിച്ചം നീണ്ടപ്പോൾ ഇരുവരും പരിഭ്രമത്തോടെ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. കിട്ടിയ ബെഡ്ഷീറ്റും മറ്റും കൊണ്ട് ഇരുവരും നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചു. ബെസ്റ്റ്. തോട്ടം തൊഴിലാളികൾക്ക് ഇങ്ങനെ സേവനം ചെയ്തു കൊടുക്കുന്ന ഒരു നേതാവ് ഇടുക്കിയിൽ കാണത്തില്ല. CI പരിഹസിച്ചു. പെട്ടെന്ന് തോട്ടൻ രാജൻ കൈക്കൊണ്ട് മുഖം മറച്ചു. സാർ.
അതിനിടെ അയാളുടെ പതറിയ ശബ്ദം വന്നു. രക്ഷിക്കണം, നാറ്റിക്കരുത്. ഷ്. അലക്സാണ്ടർ ചുണ്ടിനുമീതെ വലത് കൈയുടെ വിരൽ അമർത്തി കാണിച്ചു. താൻ ഇനി എന്ത് നാറാനാടോ? ഒരു ജന്മത്തിൽ ഒരാൾക്ക് നാറാവുന്നതിനപ്പുറം താൻ നാറിക്കഴിഞ്ഞില്ലേ? തോട്ടൻ രാജൻ്റെ തല കുനിഞ്ഞു. രാഹുലേ, ഇവരെ നോക്കിക്കോ പറഞ്ഞിട്ട് അലക്സാണ്ടർ അടുത്ത മുറിയുടെ വാതിൽക്കിലേക്ക് നീങ്ങി. ആ വാതിൽ തുറന്നു. അതിൽ ഡോക്ടർ കലാധരനും ലക്ഷ്മിയും. അവരുടെ അവസ്ഥയും വിഭിന്നമല്ലായിരുന്നു. കലാധരൻ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് വിയർത്തു. അയാൾക്ക് ശബ്ദിക്കാൻ പോലും ആയില്ല. ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കി വെച്ച അഭിമാനത്തിൻ്റെ മൂടുപടമാണ് അഴിഞ്ഞു വീണിരിക്കുന്നത്. സാർ, ഒന്നും മിണ്ടാതെ തന്നെ നോക്കി നിൽക്കുന്ന അലക്സാണ്ടറോട് വല്ലവിധനയും അയാൾ പറഞ്ഞു. നിങ്ങൾ ചോദിക്കുന്നത് എന്തും അതെത്രയായാലും ഞാൻ തരും. ഈ വാർത്ത ലീക്കാകരുത്. ഫൂ. CI കാറി തുപ്പി. അഭിമാനം നിനക്കൊക്കെ മാത്രമേ ഉള്ളൂ അല്ലേ? ഇങ്ങോട്ടിറങ്ങി വാടാ. സാർ, ഞാൻ ഷർട്ടൊന്ന് ധരിച്ചോട്ടെ? വേണ്ട, വേഷം കിട്ടിയത് മതി ഡോക്ടറെ. ഇപ്പോഴൊക്കെ അഴിച്ചു വയ്ക്കാൻ നേരമായി. ഉടുത്തിരിക്കുന്ന ബെഡ്ഷീറ്റ് തന്നെ ധാരാളം. അലക്സാണ്ടർ അയാളെ ബലമായി പിടിച്ച് പുറത്തേക്ക് തള്ളി. പിന്നെ ചൂളി നിൽക്കുന്ന ലക്ഷ്മിയോട് കൽപ്പിച്ചു. വല്ലതും വാരി എടുത്തോണ്ട് ഇറങ്ങി വാടി. അപ്പോഴാണ് കലാധരൻ സുഖദേവിനെ കണ്ടത്. അതോടെ അയാൾ കൂടുതൽ വിളറി. അടുത്ത മുറിയിൽ നിന്ന് അർദ്ധനഗ്നനായ തോട്ടൻ രാജനെയും രാഹുൽ രാജ് പുറത്തിറക്കി. ഒരു തെറ്റ് ചെയ്യാത്ത ഒരധ്യാപകനെയും വിദ്യാർത്ഥിനിയെയും ചേർത്ത് നീയൊക്കെ നോട്ടീസ് അടിച്ചു. ഭിത്തിയിൽ തെറിയെഴുതി. സമൂഹത്തിൽ അവർക്കുണ്ടായിരുന്ന മാന്യതയൊന്നും നിനക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇനി എന്നോട് രക്ഷിക്കണമെന്ന് പറഞ്ഞേക്കരുത്. നടക്കില്ല. ഇമ്മോറൽ ട്രാഫിക്കിന് എന്ത് ശിക്ഷയാണോ ഉള്ളത് അത് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. CI ദാക്ഷിണ്യം കൂടാതെ പറഞ്ഞു. അപ്പോൾ സാറ് എതിർക്കാൻ തന്നെയാണോ? തോട്ടൻ രാജൻ്റെ മുഖഭാവം മാറി. അതെ. എന്താ, നേതാവിനെ പിടിച്ചില്ലേ? എനിക്കിവിടെയുള്ള അനുയായികളുടെ എണ്ണം എത്രയെന്നറിയാമോ? 900. പോടാ പുല്ലേ. നിന്റെ ഈ രാഷ്ട്രീയ കുപ്പായം ഇതോടെ ഞാൻ ഊരി മാറ്റിക്കും. അലക്സാണ്ടർ അയാളുടെ കഴുത്തിന് പിടിച്ചു തള്ളി. സുഖദേവേ, എല്ലാത്തിനും പിന്നിൽ നീയാണെന്ന് എനിക്കറിയാം. സൂക്ഷിച്ചോ. തോട്ടൻ രാജൻ്റെ ഭീഷണി. സുഖദേവ് ഒന്ന് ചിരിച്ചു. പോലീസ് എല്ലാവരെയും ജീപ്പിൽ കയറ്റി. CI തിരിഞ്ഞ് ചന്ദ്രശേഖരെയും പത്ര റിപ്പോർട്ടറെയും നോക്കി. ഇപ്പോൾ മുതൽ നിങ്ങളുടെ കേബിൾ നെറ്റ്വർക്ക് വഴി ഈ കാഴ്ച എത്തിക്കണം. നാളത്തെ പത്രത്തിലും. പിന്നെ സ്ത്രീകളുടെ മുഖമോ പേരോ ഒരിടത്തും പരാമർശിക്കേണ്ട. ശരി സാർ. ഇരുവരും സമ്മതിച്ചു. സുഖദേവിനെ അലക്സാണ്ടർ പത്ര റിപ്പോർട്ടറുടെ കൂടെ മടക്കി അയച്ചു. ജീപ്പ് സ്റ്റാർട്ടായി. അത് നീങ്ങും മുമ്പ് ഫാമിലിയുടെ ഒരു ഹമ്മർ ജീപ്പ് പാഞ്ഞെത്തി അവിടെ നിന്നു. ക്ഷുഭിതനായി വല്യശ്വര ധർമ്മരാജ് ചാടിയിറങ്ങി. ഇൻസ്പെക്ടർ, എന്താ ഇത്? കണ്ടില്ലേ അനാശാസ്യം? അലക്സാണ്ടർ പുറത്തേക്ക് കാൽവെച്ചു. ഇതിൻ്റെ നടത്തിപ്പുകാരനായ നിങ്ങളും പ്രതിയാ. പക്ഷേ ഇപ്പോൾ കൊണ്ടുപോകുന്നില്ലെന്ന് മാത്രം. ധർമ്മരാജിൻ്റെ മുഖത്ത് കോപമിരമ്പി. ഈ കാണിച്ച തൻ്റെ അടുത്തിന് നിങ്ങൾ കനത്ത വില നൽകേണ്ടി വരും. ഫാം ഹൗസിന് പുറത്തെ ലൈറ്റിൻ്റെ വെളിച്ചം അയാളുടെ കണ്ണുകളിൽ നിന്നിരിഞ്ഞു. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ശരിക്കറിയില്ല. CI ചിരിക്കോട്ടി. ഇത്തരം ഡയലോഗുകൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, നോവലുകളിലും സിനിമകളിലും. ഒന്ന് മാറ്റി പിടിച്ചോ ധർമ്മരാജ. CI അയാളെ തീർത്തും അവഗണിച്ചു. രാഹുലേ, വണ്ടി വിട്. ജീപ്പ് മെല്ലെ നീങ്ങി. ധർമ്മരാജ് സാറേ, രക്ഷിക്കണം. ജീപ്പിനുള്ളിലിരുന്ന് തോട്ടൻ രാജനും ഡോക്ടർ കലാധരനും വിലപിച്ചു. ധർമ്മരാജ് പെട്ടെന്ന് ഫോൺ എടുക്കുന്നത് അലക്സാണ്ടർ കണ്ടു. അയാൾ രാഹുൽ രാജിൻ്റെ തോളിൽ തൊട്ടു. രാഹുൽ ജീപ്പ് നിർത്തി. SP യെയോ അതോ IG യെയോ വിളിക്കുന്നത്? ആരെയായാലും പ്രശ്നമില്ല. ഇവരെ പിടിച്ചത് ഞാനാണെന്ന് പറയാൻ മറക്കല്ലേ? അലക്സാണ്ടർ വെല്ലുവിളിച്ചു. ധർമ്മരാജ് ഫോൺ പോക്കറ്റിൽ തിരികെ ഇട്ടു. പിന്നെ അനുരഞ്ജത്തിൻ്റെ ഭാഷ്യമായി. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാൻ ഇൻസ്പെക്ടർ. സോറി, സമയം തീരെയില്ല. ജീപ്പ് പാഞ്ഞു പോയി. അതിൻ്റെ പിന്നിലെ വെളിച്ചം കണ്ണിൽ നിന്ന് മറയുന്നതുവരെ ധർമ്മരാജ് നോക്കി നിന്നു. ജീവിതത്തിലെ ആദ്യത്തെ പരാജയം. പിറ്റേന്ന് മറയൂരും പരിസരത്തുമെല്ലാം ആ വാർത്ത പരന്നു. TV-യിലൂടെ എല്ലാം ജനങ്ങൾ കാണുകയും ചെയ്തു. ഇതൊക്കെ ആ സുഖദേവ് സാറിനെ നാണം കെടുത്തിയതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ്. കുറേ പേരെങ്കിലും അങ്ങനെ വിശ്വസിച്ചു. അവരൊക്കെ ആരാ പുള്ളികൾ? ധർമ്മരാജൻ സാറ് അവരെ പുറത്തിറക്കില്ലേ? മറ്റൊരു കൂട്ടർ. എന്നാലും ആ പെണ്ണുങ്ങളുടെ മുഖം മൂടി ഒന്ന് കാണേണ്ടി ഇരുന്നു. ഒരു വിഭാഗത്തിന് അതിലാണ് നിരാശ. വാർത്തയറിഞ്ഞ കലാധരൻ്റെ ഭാര്യ സരസമ്മ മകനെയും കൂട്ടിക്കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോയി. തോട്ടൻ രാജൻ്റെ ഭാര്യ മുറ്റത്തേക്ക് പോലും ഇറങ്ങിയില്ല. അവരുടെ മകൻ അഭിജിത്ത് നാണക്കേട് കാരണം സ്കൂളിലും പോയില്ല. അടുത്ത ദിവസങ്ങളിൽ സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും ആയതിനാൽ തിങ്കളാഴ്ചയാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയത്. അവർക്കൊപ്പം ശിവലങ്കത്തെയും. ASIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സുഖദേവിൻ്റെ വീട്ടിൽ അന്വേഷണത്തിന് പോയിരുന്നു. സതിയോടും ദീപ്തിയോടും വിവരങ്ങൾ ആരാഞ്ഞു. അവരുടെ മൊഴി രേഖപ്പെടുത്തി. ഭവനവേദനം, ഭീഷണിപ്പെടുത്തൽ, തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറൽ തുടങ്ങിയ വകുപ്പുകളാണ് ശിവലിംഗത്തിനെതിരെ ചാർജ് ചെയ്തത്. പുരുഷന്മാരെ കോടതി റിമാൻഡ് ചെയ്യുകയും സ്ത്രീകളെ റെസ്ക്യൂ ഹോമിൽ അയക്കാൻ ഉത്തരവിടുകയും ചെയ്തു. കലാധരൻ്റെ ക്ലിനിക് ഇതിനോടകം ഒരു സംഘം ആളുകൾ കല്ലെറിഞ്ഞ് തകർത്തു. അനാശാസ്യ കേന്ദ്രം ഉടമ വല്യശ്വരൻ ധർമ്മരാജിനെതിരെയും കേസ് എടുത്തു പോലീസ്. സ്കൂളിൽ വെച്ച് എല്ലാം പറഞ്ഞിട്ട് വീട്ടിലെത്തിയ തന്മയെയും ആദിയും അമ്മയോടും കാര്യം വിശദീകരിച്ചു. കണക്കായിപ്പോയി. പത്മത്തിൻ്റെ പ്രതികരണം അങ്ങനെയായിരുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ടെന്ന് പറയുന്നത് നേരാ. നമ്മുടെ മുന്നിൽ അവതരിച്ചിരിക്കുന്ന ദൈവമാ അലക്സാണ്ടർ സാറ്. മക്കൾക്കും അങ്ങനെ തന്നെ തോന്നി. ദിവസങ്ങൾ കടന്നുപോയി. സുഖദേവ് സ്കൂൾ മാനേജർ വല്യശ്വരം ധർമ്മരാജിനെതിരെ കേസ് കൊടുത്തു. അയാൾക്ക് വേണ്ടി നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കിയത് അലക്സാണ്ടറാണ്.
താനില്ലാതിരുന്ന സമയത്താണ് തൻ്റെ ഫാമിൽ തോട്ടൻ രാജനും ഡോക്ടർ കലാധരനും അതിക്രമിച്ച് കയറിയതെന്നും തൻ്റെ വാച്ചറാണ് അതിന് കൂട്ടുനിന്നതെന്നും പറഞ്ഞ് ധർമ്മരാജ് ഒരുവിധം കേസിൽ നിന്ന് ഊരി. വാച്ചർ അത് കോടതിയിൽ സമ്മതിക്കുകയും ചെയ്തു. പത്മത്തിനും മക്കൾക്കും ക്രമേണ അന്നം മുട്ടുന്ന അവസ്ഥയായി. യാതൊരു വരുമാനവുമില്ല. കൃഷി ചെയ്യാമെന്ന് വെച്ചാൽ അതിൻ്റെ ഫലം പിന്നീടല്ലേ കിട്ടൂ. പത്മം ഏതെങ്കിലും വീട്ടിൽ ജോലിക്ക് നിൽക്കാൻ തീരുമാനിച്ചു. പക്ഷേ മക്കൾ എതിർത്തു. തന്മയ തീർത്തും പറഞ്ഞു, ഒരുത്തൻ്റെയും വീട്ടിലെ എച്ചിൽപാത്രം കഴുകാൻ ഞങ്ങൾ അമ്മയെ വിടത്തില്ല. പിന്നെ എന്ത് ചെയ്യുമടി? പത്മം നിസ്സഹായിയായി. തന്മയെ ചിന്തിച്ചു നിന്നു. ശിവദാസനെങ്കിൽ എവിടെയാണെന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ആൻറ്റിയോട് സഹായം ചോദിക്കാനും ആവില്ല. പെട്ടെന്ന് അവരുടെ മുഖം തെളിഞ്ഞു. കരിമ്പ് വെട്ടുന്ന സീസണാണ്. അവധി ദിവസങ്ങളിൽ അവിടെ പണിക്ക് പോയാൽ പിടിച്ചു നിൽക്കാം. ആ വിവരം അവൾ പത്മത്തോട് പറഞ്ഞു. നിങ്ങൾ പണിക്കിറങ്ങാനോ? ഞാൻ സമ്മതിക്കത്തില്ല. അവർ മുഖം വെട്ടിച്ചു. എന്നുമല്ലല്ലോ അമ്മേ, അവധി ദിവസങ്ങളിൽ മാത്രമല്ലേ. നമ്മൾ 3 പേരും കൂടി പോകുന്നു. എന്താ? ആദ്യയും പറഞ്ഞു. കുറച്ചുനേരം ചിന്തിച്ചിട്ട് പത്മം സമ്മതിച്ചു. തന്മയുടെയും ആദ്യയുടെയും കണ്ണുകളിൽ പ്രത്യാശയുടെ പുതിയ വെളിച്ചം മിന്നി. കഥ തുടരും.